നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനേ അങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനേ അങ്ങേ ആരാധിക്കുന്നു പരംപിതാവേ അങ്ങേ ആരാധിക്കുന്നു വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു പരംപിതാവേ അങ്ങേ ആരാധിക്കുന്നു വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിനും ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു ജീവജലമേ അങ്ങേ ആരാധിക്കുന്നു ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു ജീവജലമേ അങ്ങേ ആരാധിക്കുന്നു ദീപസ്തംഭമേ അങ്ങേ ആരാധിക്കുന്നു ഋഷികായേ അങ്ങേ ആരാധിക്കുന്നു ദീപസ്തംഭമേ അങ്ങേ ആരാധിക്കുന്നു ഋഷികായേ അങ്ങേ ആരാധിക്കുന്നു ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനേ അങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനേ അങ്ങേ ആരാധിക്കുന്നു പ്രാണപ്രിയനേ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു പ്രാണപ്രിയനെ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധന 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 സ്തുതി ആരാധന ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു ജീവജനമേ അങ്ങേ ആരാധിക്കുന്നു ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു
ജീവജലമേ അങ്ങേ ആരാധിക്കുന്നു ദീപസ്തംഭമേ അങ്ങേ ആരാധിക്കുന്നു ഋഷിയായേ അങ്ങേ ആരാധിക്കുന്നു ദീപസ്തംഭമേ അങ്ങേ ആരാധിക്കുന്നു ഋഷിയായേ അങ്ങേ ആരാധിക്കുന്നു ദേവേ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ദേവേ ആരാധന Amen.
സമർപ്പിക്കാം. ഈ രാത്രിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവമിടയാക്കി ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഒരുമിച്ച് ദിവസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള ദൈവിക ഇടപെടലുകൾക്കായിട്ടെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. സ്നേഹവാനാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല ദിനത്തെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ ഞങ്ങൾക്കായി പാടുന്ന നല്ല വചനങ്ങളെ അവിടെ കേൾക്കുവാൻ ദൈവത്തിനായി നന്ദി അറിയിക്കുന്നു. ദേവദാസനെ ഞങ്ങളുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവേ, സന്ദേഹങ്ങളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന അതുകൊണ്ട് ജനങ്ങളിലേക്ക് താഴ്ത്തുന്നു. കർത്താവെ സഹായിക്കുമാറാണ്, ബലപ്പെടുത്തുമാറാണ്, ശക്തി ഉപവാസത്തെ തീരുമാനിക്കുമാറാണ്. എല്ലാ ദൈവങ്ങളെയും ഏൽപ്പിക്കുന്നു, ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവങ്ങളെയും സമർപ്പിക്കുന്നു. നാമത്തിൽ തന്നെ ആമേൻ. കർമ്മീയത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ದೇವರೇ ನಮಗೆ ಸ್ತೋತ್ರವಾಗಲಿ. ಈ ಸಾಯಂಕಾಲ ವೇಳೆಯಲ್ಲಿ ನಮ್ದು ಪ್ರಜ್ವಲ್ ಬೆಳಗ್ಗೆ ಪ್ರೇಯರ್ ಬಂದಿದೆ. ಇವತ್ತು ಸಾಯಂಕಾಲ ದೇವರಿಂದ ಅವಕಾಶ ಕೊಟ್ಟಿರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಅದು ಬಿಟ್ಟು ವನಿತಾ ಸರಸ್ವ ಈ ಸಾಯಂಕಾಲ ವೇಳೆಯಲ್ಲಿ ಬರುವುದಕ್ಕೆ ಅವಕಾಶ ದೇವರು ಕೊಟ್ಟಿದೆ. ಎಲ್ಲರಿಗೂ ದೇವರ ಆಶೀರ್ವದಿಸಲಿ. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನಾವು ಒಂದೊಂದು ಸೆಕ್ಷನ್ ನಾವು ಬರುವಾಗ ನಮ್ಮ ಹತ್ರ ದೇವರು ಮಾತಾಡ್ತಾರೆ. ವ್ಯಕ್ತವಾಗಿ ದೇವರದ ಶಬ್ದ ನಮಗೆ ದೇವರು ಕೊಡುವ ಒಂದೊಂದು ಆಲೋಚನೆ ನಾವು ಕೇಳುವ ವಾಕ್ಯ ಆಗಲಿ ಇದೆಲ್ಲ ನಾವು ಹೃದಯದಲ್ಲಿ ಇಟ್ಕೊಂಡು ನಾವು ಮುಂದೆ ಹೋಗಿದ್ರೆ ಮಾತ್ರ ನಮಗೆ ಬಿಡುಗಡೆ ಆಗುತ್ತೆ. ನಾವು ಒಂದ್ಸರಿ ಯಾವುದೇ ಚರ್ಚೆಯಲ್ಲಿ ಹೋಗಿದ್ರೆ ನಾವು ಕೇಳುವ ವಚನ ಆ ವಾಕ್ಯ ನಮ್ದು ಹೃದಯದಲ್ಲಿ ಇಲ್ಲಾಂದ್ರೆ ನಮಗೆ ವಿವಾದ. ಸೊ ನಮಗೆ ಕೇಳುವ ವಿಷಯಗಳೆಲ್ಲ ಹೃದಯದಲ್ಲಿ ನಾವು ಗಟ್ಟಿಯಾಗಿ ಹೃದಯದಲ್ಲಿ ಇರಬೇಕು. ಪೂರ್ತಿಯಾಗಿ ನಮಗೆ ಒಂದು ಬಿಡುಗಡೆ ಒಂದು ವಿಷಯದಲ್ಲಿ ಮಾತ್ರವಲ್ಲ, ಮುಂದೆ ಯಾವುದೇ ವಿಷಯ ಆಗಲಿ ದೇವರ ವಚನ ಪ್ರಕಾರ ಬಿಡುಗಡೆ ದೇವರು ಕೊಡ್ತಾರೆ. ಇದಕ್ಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆಯಿಂದ ಇರಬೇಕು. ಇವತ್ತು ಬೆಳಗ್ಗೆ ನಮ್ದು ಸಿಸ್ಟರ್ ಬರಕ್ಕಾಗಿಲ್ಲ, ಅವಾಗ ಸ್ವಲ್ಪ ತಡ ಇತ್ತು, ಅದಕ್ಕೆ ಬೆಳಗ್ಗೆ ಬರಕ್ಕಾಗಿಲ್ಲ. ಇವತ್ತು ಸಾಯಂಕಾಲ ನಿಮಗೋಸ್ಕರ ಸಿಸ್ಟರ್ ಟ್ರಾನ್ಸ್ಲೇಷನ್ ಮಾಡ್ತಾರೆ. ನಿಮಗೆ ನಿಧಾನವಾಗಿ ಈ ಮೆಸೇಜ್ಗಳನ್ನು ಕೇಳಿಸ್ಕೊಂಡು ಪ್ರಾರ್ಥನೆಯಿಂದ ಹೋಗ್ಬೋದು. ಸೊ ಪ್ರೇಮ ಸಿಸ್ಟರ್ ಮುಂದೆ ಬರ್ತಾರೆ, ಜೊತೆಯಲ್ಲಿ ಪಾಸ್ಟರ್ ಬಿಜು ಸಾಮಾನ್ಯ ಮುಂದೆ ಬಂದ ಮೆಸೇಜ್ ಬಗ್ಗೆ ಕೊಡ್ತಾರೆ. ನಮ್ಮ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥನೆಯಿಂದ ನಾವು ಇರಬೇಕು. ಹಲ್ಲೆಲೂಯಾ. ಪ್ರೈಸ್
കർത്താവിനെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ಹೆಸರಿನಾಮವು ಸ್ತೋತ್ರವಾಗಲಿ. അനുഗ്രഹീതമായ രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിലക്കായി കർത്താവിന്റെ ദാസനും കുടുംബത്തിനും ദൈവത്തിന് വിശേഷമാണ്. ದೇವರ ದರ್ಶನಕ್ಕೂ ಕುಟುಂಬಕ್ಕೂ ದೇವರಾಗಿ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ಈ ಸಲ ಕೂಡ ದೇವಸ್ಥಾನಕ್ಕೆ ಕುತ್ಕೊಳ್ಳೋದಕ್ಕೆ ದೇವರಿಗೆ അനുഗ്രഹീതമായിട്ട് ആമേൻ. ಎಬ್ರಿಯರಿಗೆ ಬರೆದಿರುವ 10ನೇ ಅಧ್ಯಾಯದ 24 24ನೇ ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ നമ്മൾ പ്രബോധിപ്പിച്ചുകൊണ്ട് ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ വനിതാ സൃഷ്ടിയുടെ കമ്പനി പോകുന്നു. ನಾವು ಪರಸ್ಪರ ಹಿತಚಿಂತಕರಾಗಿದ್ದು ಪ್ರೀತಿಸುತ್ತಿರಬೇಕೆಂತಲೋ ಸತ್ಕಾರ್ಯ ಮಾಡಬೇಕೆಂತಲೋ ಒಬ್ಬರನ್ನೊಬ್ಬರು ಪ್ರೇರೇಪಿಸೋಣ. 10:24 10:24 Genesis 24. ഫുള്ള് വായിക്കണം. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാൻ വിചാരിക്കരുത്. 25 ಓದಿ. ನಾವು ಸಭೆಯಾಗಿ ಕೂಡಿಕೊಳ್ಳುವುದನ್ನು ಕೆಲವರು ರೂಢಿಯಾಗಿ ಬಿಟ್ಟಿರುವ ಪ್ರಕಾರ ನಾವು ಬಿಟ್ಟು ಬಿಡದೆ ಒಬ್ಬರನ್ನೊಬ್ಬರು സഭായോഗം ഉപേക്ഷിക്കരുത്. ಒಬ್ಬರಿಗೊಬ್ಬರು ಎಚ್ಚರಿಸು. ಸಭಾಯೋಗವನ್ನು ನಾವು ಉಪೇಕ್ಷೆ ಮಾಡುವಾಗ നമ്മിന്ന് രാത്രിയും നാളെയും ചിന്തിക്കുന്നത് ನಾವು ಇವತ್ತು ರಾತ್ರಿನಲ್ಲಿಯೂ ನಾಳೆಯೂ ಸಿದ್ಧ ಮಾಡುವುದು വിശുദ്ധ സഭായോഗം എന്തുകൊണ്ട് ഉപേക്ഷിക്കരുത്. ವಿಶುದ್ಧ ಸಭಾಯೋಗವನ್ನು ಯಾಕೆ ನಾವು ಬಿಡಬಾರದು. സഭായോഗങ്ങളിൽ എങ്ങനെ നാം അടുത്തു വരണം. ಸಭಾಯೋಗದಲ್ಲಿ ನಾವು ಹೇಗೆ ಹತ್ತಿರ ಬರಬೇಕು. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഇരുന്നാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ಸಭಾಯೋಗಗಳನ್ನು ಉಪೇಕ್ಷೆ ಮಾಡದೇ ಇದ್ದರೆ ನಮಗೂ ಬರುವ ಉಪಕಾರಗಳು ಏನು ಅಂತ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ 19ನೇ ವಾಕ್ಯದಿಂದ 25 ವರೆಗಿನ ವಾಕ್ಯದಲ್ಲಿ ഈ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട്. ಈ ವಿಷಯಗಳನ್ನು ವಿಸ್ತಾರವಾಗಿ ಬರೆದಿದೆ. ഈ അധ്യായത്തിനകത്ത് ಈ ಅಧ್ಯಾಯದಲ್ಲಿ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന 3 പദങ്ങൾ നമുക്ക് കാണാം. ನಿರೀಕ್ಷೆ, ಪ್ರತ್ಯಾಶೆ, ಪ್ರೀತಿ ಅಂತ 3 ವಿಷಯಗಳು ನಾವು ನೋಡಬಹುದು. 23, 25 വാക്യങ്ങളിൽ ഈ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. 23, 25 ವಾಕ್ಯಗಳಲ್ಲಿ ಈ ಪದಗಳನ್ನು ನಮಗೆ ನೋಡಬಹುದು. ഇബ്രാഹിം 11 അധ്യായം വിശ്വാസത്തിന്റെ അധ്യായമാണ്. ಎಬ್ರಿಯರು ಬರೆದ 11ನೇ ಅಧಿಕಾರವನ್ನು ನಂಬಿಕೆಯ ಅಧಿಕಾರವಾಗಿದೆ. 12 അധ്യായം പ്രത്യാശയുടെ അധ്യായമാണ്. 12ನೇ ಅಧ್ಯಾಯವು ನಮಗೆ ನಿರೀಕ್ಷೆಯನ್ನು ಕೊಡುವುದಾಗಿದೆ. 13 അധ്യായത്തിൽ സ്നേഹത്തെ കുറിച്ച് നമുക്ക് കാണാം. 13ನೇ ಅಧ್ಯಾಯವನ್ನು ಪ್ರೀತಿ ಬಗ್ಗೆ ನಮಗೆ ನೋಡಬಹುದು. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന കല്ലുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ 3 കാര്യങ്ങൾ ഈ 3 അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നു. ಕ್ರೈಸ್ತವ ಜೀವನದ ಅಡಿസ്ഥാನ ಕಲ್ಲುಗಳನ್ನು ನಮಗೆ ಈ 3 ವಿಷಯದಲ್ಲಿ ನೋಡಬಹುದು. 19 വാക്യം അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. 19ನೇ ವಾಕ್ಯನ ಹಾಗಂದ್ರೆ ಹಂಗ ಶುರು ಮಾಡಿದ್ರು. അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ಆದ್ದರಿಂದ ಸಹೋದರರೇ ಎಂದು ಅದು ಶುರು ಮಾಡುತ್ತದೆ. ഈ 4 അധ്യായം 16 വാക്യത്തെ അനുസ്മരിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യം കൂടെയാണ്. 4ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 16ನೇ ವಾಕ್ಯ ನಮಗೂ ನೆನಪು ಕೊಡುವ ವಾಕ್ಯವೂ ಕೂಡಿಯಾಗಿದೆ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് വരാൻ അവിടെ പറയുന്നുണ്ട്. ಆದ್ದರಿಂದ ನಾವು ಕರುಣೆಯನ್ನು ಪಡೆಯಲು ಕೃಪೆಯನ್ನು ಹೊಂದಲು ನಾವು ಕೃಪಾಸನಕ್ಕೆ ಹತ್ತಿರವಾಗಿ ಬರಬೇಕೆಂದು ಬರೆದಿದೆ. 6 അധ്യായം മുതൽ 10 അധ്യായം 18 വാക്യം വരെ 6ನೇ ಅಧ್ಯಾಯದಿಂದ 10 അധ്യായം 18 വാക്യം 10ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯದವರೆಗೂ ലേവിയ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം തെളിയിക്കുക. ಲೇವಿಯ ಪೌರೋಹಿತ್ಯದಿಂದ ಹೆಚ್ಚಳವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನ ಪೌರೋಹಿತ್ಯವನ್ನು ಮುಖ್ಯವಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. പഴയ നിയമത്തെക്കാൾ പ്രാധാന്യം യേശു ക്രിസ്തുവിനുണ്ട് എന്നുകൂടെ അവിടെ വിവരിക്കുന്നു. ಹಳೆಯ ಒಡಂಬಡಿಕೆಯಿಂದ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಪ್ರಾಧಾನ್ಯವಿದೆ ಎಂಬುದಾಗಿ ಅದರಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ.
പഴയ നിയമത്തിൽ സിയോൻ പർവ്വതത്തോട് അടുത്ത് വരുവാൻ ഭയമുണ്ടായിരുന്നു ജനത്തിന്. ಹಳೆಯ ಒಡಂಬಡಿ ಕಾಲದಲ್ಲಿ ಸಿಯೋನ್ ಪರ್ವತ ಬೆಟ್ಟ ಹತ್ತಿರದಲ್ಲಿ ಬರೋದಕ್ಕೆ ಜನಗಳಿಗೆ ಭಯ ಇತ್ತು. അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 18 മുതൽ 21 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് കാണുവാനായി കഴിയും. ಅದೇ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 18 മുതൽ ವಿಮೋಚನ ಕಾಂಡ 20-ാം അധ്യായം 20-ാം അധ്യായം 18 മുതൽ 20. 20ನೇ ಅಧ್ಯಾಯ 18ನೇ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಿದೆ. അവിടെ എഴുതിയിരിക്കുന്നത് ജനമൊക്കെയും ಜನರೆಲ್ಲರೂ ഇടിമുഴക്കവും ಸಿಡಿಲಿದ್ದು ಶಬ್ದವು ആ വാക്കുകളൊക്കെ മിന്നൽ കാഹളധ്വനി ಮಿಂಚುದು ಕಾಹಳ ಧ್ವನಿ ತುತ್ತೂರಿಯ ಧ್ವನಿ പർവ്വതം പുകയുന്നത് കണ്ടു. ಬೆಟ್ಟವನ್ನು ಹೊಗೆಯಿಂದ ಬರೋದು ನೋಡಿ. അത് കണ്ടപ്പോൾ ജനം വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ಅದನ್ನು ನೋಡಿದಾಗ ಜನರು ಭಯ ಬಿದ್ದು ಭ್ರಮ ಪರವಶರಾಗಿ ದೂರ ನಿಂತದಾಗಿ ಬರ್ತಿದೆ. അവർ പറയുന്നു ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, ഞങ്ങൾ മരിച്ചു പോകും, അതുകൊണ്ട് മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ಅದರಿಂದ ಅವರು ಭಯದಿಂದ ಅವರು ಹೇಳಿದ ದೇವರು ನಮ್ಮೊಂದಿಗೆ ಮಾತಾಡಬೇಡ, ನಮ್ಮ ಹತ್ರ ಮೋಶೆಯನ್ನು ಮಾತಾಡಿದ್ರೆ ಸಾಕು. എന്നാൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 18 മുതലുള്ള ಬರುವಾಗ 18 മുതലുള്ള വാക്യങ്ങൾ 18ರಿಂದ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരികയാണ്. ಈ ವಾಕ್ಯಗಳು ಈ ವಿಷಯಗಳೆಲ್ಲ വിസ്താരವಾಗಿ ಹೇಳ್ತಿದೆ. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ആ കൽപ്പന. ಒಂದು ಮೃಗವಾಗಲೂ ಆ ಬೆಟ್ಟವನ್ನು ಮುಟ್ಟಿದ್ರೆ ಅದರಿಂದ ಕಲ್ಲೆತ್ತಿ ಸಾಯಿಸಬೇಕು ಎಂಬುದಾಗಿ ಕಲ್ಪನೆ ಇದೆ. മോശ പോലും പറഞ്ഞു ഞാൻ പേടിച്ചു വിറയ്ക്കുകയാണ്. ಮೋಶ ಸಹ ಭಯದಿಂದ ಭ್ರಮ ಪರವಶನಾಗಿತ್ತು. അത് അത്ര ഭയങ്കരമായിരുന്നു. ಅದು ಅಷ್ಟು ಭಯಂಕರವಾಗಿತ್ತು. എന്നാൽ പുതിയ നിയമത്തിലെ സിയോൻ പർവ്വതത്തെ കുറിച്ച് പറഞ്ഞത് ಹಾಗಾದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಸಿಯೋನ್ ಪರ್ವತ ಬಗ್ಗೆ ಬರೆಯುವಾಗ പേടിച്ചടുത്ത് വരികയല്ല, ധൈര്യത്തോടെ അടുത്ത് വരാൻ നമുക്ക് കഴിയും. ಭಯದಿಂದ ಹತ್ತಿರ ಬರುವುದಲ್ಲ, ಧೈರ್ಯದಿಂದ ಹತ್ತಿರ ಬರುವುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ദൈവ ഭയം നമുക്ക് വേണം, ದೇವರ ಭಯವನ್ನು ನಮಗೆ ಬೇಕಾಗಿದೆ. എന്നാൽ ഒരു ധൈര്യം നമുക്ക് ദൈവം നൽകുവാനിടയായി. ಆದ್ರೂ ನಮಗೊಂದು ಧೈರ್ಯವನ್ನು ದೇವರು ಕೊಡೋದಕ್ಕೆ ಕಾರಣವಾಗುತ್ತದೆ. ആ ധൈര്യമാണ് ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. ಆ ಧೈರ್ಯ ನಮ್ಮನ್ನು ದೇವರನ್ನು ಆರಾಧಿಸಲು ಪ್ರಾಪ್ತರಾಗುತ್ತದೆ. എന്തുകൊണ്ട് സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്? ಯಾಕೆ ಸಭಾಯೋಗಗಳನ್ನು ഉപേക്ഷ ಮಾಡಬಾರದು? നമ്മളെ സാധാരണ പറഞ്ഞ ഉപേക്ഷയായി വിചാരിക്കരുതെന്നാണ്. ನಾವು ಸಾಧಾರಣವಾಗಿ ಹೇಳೋದು ഉപേಕ್ಷೆಯಾಗಿ ನಾವು ನೆನೆಸಬಾರದು. അങ്ങനെ ഒരു വാക്ക് അവിടെ ഇല്ല. ಆತರ ಒಂದು ಪದವನ್ನು ಅಲ್ಲಿ ಇಲ್ಲ. അവിടെ എഴുതിയിരിക്കുന്നത് ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರೋದು ചിലർ ചെയ്യുന്നത് പോലെ ಎಲ್ಲರೂ ಮಾಡುವ ಹಾಗಲೇ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ എന്ന വാക്കാ. ನಮ್ಮ ಸಭಾಯೋಗಗಳನ್ನು ഉപേക്ഷ ಮಾಡಬಾರದು ಎಂಬುದಾಗಿ. വിചാരിക്കരുതെന്നല്ല, ವಿಚಾರ ಮಾಡಬಾರದು എന്നല്ല. താല്പര്യമുണ്ടെങ്കിൽ പോകുകയല്ല. ನಿಮ್ಗೆ ತಾತ್ಪರ್ಯ ಇದ್ರೆ ಹೋಗಬೇಕು ಎಂಬುದಲ್ಲ. ഒരു മരണം നടന്നു, ಒಂದು ಸಾವನ್ನು ನಡೆದಿದೆ, ശാരീരികമായി സുഖമില്ലാതെ വന്നു, ಶಾರೀರಿಕವಾಗಿ ನಮ್ಗೆ ಅಸ್ವಸ್ಥತೆ ಉಂಟಾಗಿದೆ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಅಡ್ಮಿಟ್ ಆಗಿದ್ರು, ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ വരുന്ന സമയങ്ങളുണ്ട്. ಶಿಫ್ಟ್ ಡ್ಯೂಟಿ ಎಲ್ಲ ಬರೋ ಟೈಮ್ಗಳಿದೆ. ഞാൻ അതിനെ കുറിച്ച് ഒന്നുമല്ല പറഞ്ഞത്. ನಾನು ಅದ್ರ ಬಗ್ಗೆ ಎಲ್ಲ ಹೇಳಿರೋದು. എന്നാൽ സഭായോഗത്തെ നിസ്സാരമായി വിചാരിക്കുന്നത് പാപമായിട്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ಸಭಾಯೋಗವನ್ನು ನಿಸ್ಸಾರವಾಗಿ ನಾವು ಎಣಿಸುವುದು ಪಾಪವಾಗಿ ಕರೆದಲ್ಪಟ್ಟಿದೆ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലേക്ക് വരുന്നത് അന്ന് രാവിലെ ഒരാളെ കണ്ടു. ನಾನು ಬ್ಯಾಂಗ್ಳೂರಿಗೆ ಬರುವಾಗ ಅದ್ರ ದಿವಸ ಒಬ್ಬರನ್ನ ನೋಡಿದ್ದೆವು. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്നയാളെ ഒന്ന് കണ്ട് സംസാരിക്കണം, അവനെ ഒന്ന് നേരെയാക്കി എടുക്കണമെന്ന് പറഞ്ഞു. ಪಾಸ್ಟರ್ ಒಬ್ಬರನ್ನ ನೋಡಿ ಅವನನ್ನು ನೋಡಿ ಮಾತಾಡಬೇಕು, ಅವನು ಸರಿಪಡಿಸಬೇಕು ಎಂಬುದಾಗಿ. ഞാനോർത്ത് ഇദ്ദേഹം ഒരു ആരാധനയ്ക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചു. ನಾನೇನ್ ತಿಳ್ಕೊಂಡಿದ್ದೆ, ಈ ಮನುಷ್ಯನು ಆರಾಧನೆಗೆ ಹೋಗವನಾಗಿರ್ಬೋದು ಅಂತ. ഞാൻ ചോദിച്ചു, പുള്ളി എവിടെ ഞായറാഴ്ച എന്ത് ചെയ്യാ? ನಾನು ಕೇಳಿದ್ದು, ಈ ಮನುಷ್ಯ ಭಾನುವಾರದಲ್ಲಿ ಏನ್ ಮಾಡ್ತಾನೆ ಎಂಬುದಾಗಿ. എന്നോട് പറഞ്ഞു, ഞായറാഴ്ച രാവിലെ അവൻ കല്ലെടുത്ത് പുറകെ ഇറങ്ങി കാക്കി ഇറങ്ങി നടക്കുക. ನಾನು ಭಾನುವಾರ ಆ ಮನುಷ್ಯನು ಕಲ್ಲೆತ್ತಿ ಕಾಗೆಗೂ ಕೋತಿಗೂ ಎಲ್ಲ ಎಸಿತಾನೆ ಎಂಬುದಾಗಿ. പന്ത് കളിയുണ്ട്, ആരാധനയ്ക്ക് പോകാത്തവരുണ്ട്. പന്ത് കളി, ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി. ಕ್ರಿಕೆಟ್ ಫುಟ್ಬಾಲ್ ನೋಡ್ಕೊಂಡು ಸಭಾಯೋಗ ಹೋಗದೆ ಇರೋರು ಇದ್ದಾರೆ. നിങ്ങളെക്കാളൊക്കെ ഉശിരുള്ള ആളാണ് ഞാൻ. ನಿಮಗಿಂತ ಹುಷಾರಾಗಿರೋನಾಗಿದ್ದೇನೆ ನಾನು. ഞാൻ സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ನಾನು ಸ್ಕೂಲ್ ಟೀಮ್ ನಲ್ಲೇ ಇದ್ರು. പക്ഷെ ഞാനിപ്പോ ഒരു ലൈവ് മാച്ചൊക്കെ കണ്ടിട്ട് 3 വർഷങ്ങളോളം കഴിയും. ನಾನು ಇವಾಗ ಒಂದು ಲೈವ್ ಮ್ಯಾಚ್ ಎಲ್ಲ ನೋಡಿ 3 ವರ್ಷ ಆಗಿದೆ. താല്പര്യമില്ല കാണാൻ. ಇವಾಗ ಅದರಲ್ಲಿ ನಮಗೆ ತಾತ್ಪರ್ಯ ಇಲ್ಲ. മെനക്കെടാറില്ല. ಅದಕ್ಕಿಂತ ಟೈಮ್ ನಾವು ಉಪಯೋಗಿಸ್ತಾ ಇರಲಿಲ್ಲ. ആ സമയം കളയാറില്ല. ಆ ಟೈಮ್ ನಾವು ವೇಸ್ಟ್ ಮಾಡ್ತಾ ಇರಲಿಲ್ಲ. പാപമായതുകൊണ്ടല്ല,
പാപമായതിന്റെ സ്വർഗത്തിൽ പോകാത്തതുകൊണ്ടുമല്ല, ಸ್ವರ್ಗದಲ್ಲಿ ಹೋಗದೆ അത്രയും സമയം കൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ಅಷ್ಟು ಟೈಮ್ നമുക്ക് പ്രാർത്ഥನೆ ಮಾಡಲಿಕ್ಕೆ ಆಗುತ್ತದೆ. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ನಾವು ವಿಷಯದಲ್ಲಿ ಪ್ರವೇಶಿಸುತ್ತೇವೆ. എന്തുകൊണ്ട് സഭായോഗം ഉപേക്ഷിക്കരുത്? ಯಾಕೆ ನಾವು ಸಭಾಯೋಗವನ್ನು ಉಪೇಕ್ಷೆ ಮಾಡಬಾರದು? അതിന്റെ 19ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കുക. 19ನೇ ವಾಕ್ಯವನ್ನು നമുക്ക് ಓದೋಣ. വായിക്കാം. ಸಹೋದರರೇ, ആ. ಯೇಸು ತನ್ನ ದೇಹವನ್ನು ತಿರುಚಿಕೊಳ್ಳಿ. ദേഹമെന്ന തിരശീല കീറി. നിൽക്കട്ടെ. ഒന്നാമത്തെ വാക്ക് ദേഹമെന്ന തിരശീല കീറി. ಒಂದನೇ ವಾಕ್ಯವಾಗಿರೋದು ದೇಹ ಶರೀರವೆಂಬ ತೆರೆಯು ಮುಖಾಂತರ ಅಂತ ಅಂಬುದಾಗಿ ಬರ್ತಿದೆ. ആ കണ്ണിന്റെ വേണമെന്ന് വായിച്ചു. 19. ಹೀಗಿರುವಲ್ಲಿ ಸಹೋದರರೇ, ಯೇಸು ನಮಗೋಸ್ಕರ ಪ್ರತಿಷ್ಠಿಸಿದ ಜೀವವುಳ್ಳ ಹೊಸ ದಾರಿಯಲ್ಲಿ ಆತನ ರಕ್ತದ ಮೂಲಕ ಆತನ ಶರೀರವೆಂಬ ತೆರೆಯ ಮುಖಾಂತರ ದೇವರ ಸಮಕ್ಷದಲ್ಲಿ ಪ್ರವೇಶಿಸುವುದಕ್ಕೆ ನಮಗೆ ಧೈರ್ಯ ಉಂಟಾಯಿತು. ದೇಹವನ್ನು ತೆರೆದು. അപ്പൊ ഒന്ന്, എന്തുകൊണ്ട് സഭായോഗം ഉപേക്ഷിക്കരുത്? ಯಾಕೆ ನಾವು ಸಭಾಯೋಗವನ್ನು ಉಪೇಕ್ಷೆ ಮಾಡಬಾರದು? യേശുവിന്റെ ദേഹം നമുക്ക് വേണ്ടി ചീന്തപ്പെടുവാനാണ്. ಕ್ರಿಸ್ತನ ಶರೀರವನ್ನು ನಮಗೋಸ್ಕರ ತೆರೆಯಲ್ಪಡೋದಕ್ಕೆ ವಿಷಯವಾಗಿದೆ. അതിന്റെ ഗുണം ഞാൻ പിന്നീട് പറയാം. ಅದರ ಗುಣವನ್ನು ನಾನು ಆಮೇಲೆ ಹೇಳ್ತೀನಿ. അവിടെ എഴുതിയിരിക്കുന്നത് തിരശീല എന്ന ശരീരത്തെ ഉപമിച്ചിരിക്കുന്നത് തിരശീലയോട് ബന്ധപ്പെട്ട. ಅದರಲ್ಲಿ ಶರೀರವೆಂಬ ತೆರೆಯೋ ಮುಖಾಂತರ ಅಂತ ಬಂದಿದೆ. ഈ തിരശീല നമുക്ക് കാണാൻ കഴിയുന്നത് പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തോട് ബന്ധപ്പെട്ട. ಇದು ತೆರೆ ಎಂಬುದಾಗಿ ಸಮಾಗಮನ ಕೂಡಾರದಲ್ಲಿ ನಮಗೂ ನೋಡಲು ಆಗುತ್ತೆ. ಇದು ಸ್ಕ್ರೀನ್ ಅದು ಹೇಳ್ತಾರೆ. 4 നൂലുകൾ കൊണ്ടാണ് അതിന്റെ കർട്ടൻ പോലെ കിടക്കും. 4 നൂലുകൾ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. 4 ತರ ದಾರದಿಂದ ಅದು ಉಂಟು ಮಾಡಿದೆ. 4 നൂലുകൾ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. 4 ದಾರದಿಂದ ಅದು ಉಂಟು ಮಾಡಲ್ಪಟ್ಟಿದೆ. ഒന്ന് നീല നൂലാണ്, ಒಂದು ನೀಲಿ ಕಲರು, 2 ധൂമ്ര നൂലാണ്, ಎರಡನೇದು ಧೂಮ್ರ ಕಲರು, 3 ചുവപ്പ് നൂലാണ്, ಮೂರನೇದು ಕೆಂಪು ಕಲರು, 4 പിരിച്ചെടുത്ത പഞ്ഞി നൂലാണ്. ನಾಲ್ಕನೇದು ಬೇರ್ಪಡಿಸಿರುವ ಹತ್ತಿಯ ದಾರಿಯಾಗಿದೆ. പുറപ്പാട് പുസ്തകം 26 31 വാക്യം നമുക്ക് കാണാം. ವಿಮೋಚನ ಕಾಂಡದಲ್ಲಿ 26 31ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡಬಹುದು. സമാഗമന കൂടാരത്തിന് 3 സ്ഥലങ്ങളാണുള്ളത്. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വായിപ്പിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. 3 സ്ഥലങ്ങളാണ് സമാഗമന കൂടാരത്തിലുള്ളത്. 3 ಜಾಗಗಳನ್ನು ಸಮಾಗಮನ ಕೂಡಾರಕ್ಕೆ ಇದೆ. ഒന്നാമത്തെ ഇടം പ്രാകാരമാണ്, ജനം വന്നു നിൽക്കുന്ന സ്ഥലം. ಒಂದನೇ ಜಾಗ ಏನಂದ್ರೆ ಪ್ರಾಕಾರವಾಗಿದೆ. രണ്ടാമത്തെ സ്ഥലം വിശുദ്ധ സ്ഥലമാണ്, പുരോഹിതന്മാർ കയറുന്ന സ്ഥലം. ಎರಡನೇ ಜಾಗ ಏನಂದ್ರೆ ವಿಶುದ್ಧ ಸ್ಥಳವಾಗಿ ಅದು ಪುರೋಹಿತರಿಗಾಗಿ ಏರ್ಪಡಿಸಲ್ಪಟ್ಟಿದೆ. മൂന്നാമത്തെ ഇടമാണ് മഹാപുരോഹിതൻ കയറുന്ന സ്ഥലം, അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം. ಮೂರನೇ ಜಾಗ ಏನಂದ್ರೆ ಮಹಾಪುರೋಹಿತರು ಪ್ರವೇಶಿಸುವ ಒಂದು ಜಾಗ, ಅದು ವರ್ಷದಲ್ಲಿ ಒಂದೊಂದು ಸ್ಥಳ ಅಲ್ಲಿ ಪ್ರವೇಶಿಸುತ್ತಾರೆ. അവിടെ 2 കർട്ടൻ ഉണ്ട്. ಅಲ್ಲಿ 2 ತೆರೆ ಇದೆ. അത് ഒന്നിന്റെ പേര് മറശീല എന്നാണ്, വാതിൽ മറ എന്നതിനെ വിളിക്കും. ಅದು ಒಂದಕ್ಕೆ ಹೆಸರು ಅದು ಮರೆ ಮಾಡುವ ತೆರೆ ಎಂದು ಬರೆಯಲ್ಪಟ್ಟಿದೆ. അത് പ്രാകാരത്തിൽ നിന്ന് കയറുന്നിടത്തുള്ളതാണ്. ಅದು ಪ್ರಾಕಾರದ ಎಂಟ್ರಿ ಪಾಸ್ ನಲ್ಲಿ ಇದೆ. രണ്ടാമത്തേതാണ് തിരശീല. അത് അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഇടമാണ്. ಎರಡನೇದಾಗಿರುವಂತ ತೆರೆ ಎಂಬುದು ಹೇಳುದು ಅದು ವಿಶುದ್ಧ ಸ್ಥಳವು ಪರಿಶುದ್ಧ ಸ್ಥಳವು ವಿಭಾಗಿಸಲ್ಪಡುವುದಾಗಿದೆ. അതിനകത്താണ് അതിപരിശുദ്ധ സ്ഥലം വരുന്നത്. ಅದರೊಳಗಡೆ ಅತಿಪರಿಶುದ್ಧ ಸ್ಥಳವನ್ನು ಬರುತ್ತದೆ. ഇബ്രാഹിം 9:8 നാം വായിക്കുന്നത്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിട്ടില്ലായിരുന്നു. മുമ്പേ തീരുമാനിಸಲ್ಪಟ್ಟಿರುವ ಜಾಗದಲ್ಲಿ ಪ್ರವೇಶಿಸಲಿಕ್ಕೆ ತೆರೆಯಲ್ಪಡಲಿಲ್ಲ. എന്ന് പറഞ്ഞാൽ ഈ തിരശീല കീറപ്പെടാത്തതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ಹಾಗಾದ್ರೆ ಈ ತೆರೆಯನ್ನು ವಿಭಾಗ ಮಾಡದಿಲ್ಲದ ಕಾರಣ ನಮಗೆ ಪ್ರವೇಶಿಸಲು ಸಾಧ್ಯವಾಗಿರಲಿಲ್ಲ. ഇനി വെറുതെ അകത്ത് കയറാൻ കഴിയത്തില്ല. ಇದು ಸುಮ್ಮನೆ ನಮಗೆ ಒಳಗಡೆ ಸೇರಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ഈ പുരോഹിതൻ തന്നെത്താൻ ശുദ്ധീകരണം ആചരിക്കണം. ಈ ಪುರೋಹಿತನಾಗಿರುವರು ತಾನು ತನ್ನಂತಾನೇ ಅವನನ್ನು ವಿಶುದ್ಧ ಮಾಡಿರಬೇಕು. ഒരു മൃഗത്തെ അറുത്ത് ശുദ്ധീകരണം പ്രാപിക്കാതെ അകത്ത് കയറാൻ കഴിയത്തില്ല. ಇದು ಮೃಗವನ್ನು ಸಾಯಿಸಿ ಅದರಿಂದ ರಕ್ತದಿಂದ ಅವರು ಶುದ್ಧಪಟ್ಟಿ ಬರಬೇಕು.
അതിന് ഈ ഹാഗ്നിയ എന്നൊരു പദമാ കൊടുത്തത്. ഊനമില്ലാതിരിക്കുക, പാപമില്ലാതിരിക്കുക. ಅದಕ್ಕೆ ಕೊಟ್ಟಿರೋ ವಾಕ್ಯವನ್ನು ಯಾವ ಹೆಚ್ಚು ಕಮ್ಮಿ ಇಲ್ಲದೆ ಇರಬೇಕು ಎಂಬುದಾಗಿ ಕೊಟ್ಟಿದೆ. കാരണം അല്ലാതെ കടന്നാൽ അവിടെ പിടഞ്ഞു വീണ് മരിക്കും. ಅಲ್ಲದೆ ಅದು ಒಳಗಡೆ ಪ್ರವೇಶಿಸಿದ್ರೆ ಅಲ್ಲಿ ಬಿದ್ದು ಸತ್ತೋಗುತ್ತೆ. അകത്ത് കയറാൻ ഒരാൾക്ക് കഴിയത്തില്ല. ಒಳಗಡೆ ಸೇರೋದಕ್ಕೆ ಒಬ್ಬರಿಗೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. കയറുന്നവൻ മരിക്കും. ಒಳಗಡೆ ಹೋಗುವವನು ಸಾಯುತ್ತಾನೆ. അതുകൊണ്ട് അവരെ വലിച്ചെടുക്കാൻ ഒരു ചെങ്ങലെ അരയിൽ കെട്ടി പുറത്തേക്ക് ഇട്ടിരിക്കും. ಅದಕ್ಕೆ ಅಲ್ಲಿಂದ ಎಳೆದು ಬರೆಯುತ್ತಂತ ಅವರ ಸೊಂಡದಲ್ಲಿ സംഗിലിಯನ್ನು കെട്ടിಇದೆ. ഈ മാതളപ്പഴവും മണിയൂടെ ചേർത്ത് ഒരു നടുക്കെട്ടുണ്ട്, ബെൽറ്റ് ഇടുന്നത് പോലെ കെട്ടിയിട്ടിരിക്കും. ಅದಕ್ಕೆ ಬೆಲ್ಟ್ ತರ ನಡುವಿನಲ್ಲಿ ಒಂದು ಕಟ್ಟಿರುತ್ತೆ. അത് ഈ അരഭാഗം മുഴുവൻ ഇത് ഉണ്ടായിരിക്കും. ಸೊಂಡೆ ಸುತ್ತಮುತ್ತಲೂ ಇರುತ್ತದೆ. ഈ പുരോഹിതൻ മരിച്ചിട്ടില്ലെന്ന് അറിയുന്നത് ಈ ಪುರೋಹಿತನು ಸತ್ತಿಲ್ಲ ಅಂತ ಗೊತ್ತಾಗುವುದು. അതിപരിശുദ്ധ സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല പുരോഹിതന്. ಅತಿ ಪರಿಶುದ್ಧ ಜಾಗದಲ್ಲಿ ಪುರೋಹಿತನಿಗೆ ಕುತ್ಕೊಳ್ಳೋಕೆ ಆಗುವುದಿಲ್ಲ. നിൽക്കുകയും നടക്കുകയുമാണ് ചെയ്യുന്നത്. ನಡಾಡ್ತಾ ಇರಬೇಕು. കാരണം അവരുടെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. ಕಾರಣ ಏನಂದ್ರೆ ಅವರ ಶುಶ್ರೂಷೆಯನ್ನು ಪೂರ್ತೀಕರಿಸಲ್ಪಟ್ಟಿಲ್ಲ ಎಂಬುದಾಗಿ. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ಅಂದ್ರೆ ಯೇಸು ಕ್ರಿಸ್ತನ ಬಗ್ಗೆ ಹೇಳುವುದೇನೆಂದ್ರೆ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു എന്ന പദമാണ്. ತಂದೆಯಾದ ದೇವರ ಬಲಗಡೆಗೆ ಕೂತಿದ್ದಾನೆ ಅಂತ ಬರೆದಿದೆ. തന്നെ അയച്ച ദൗത്യം താൻ പൂർത്തീകരിച്ചതാണ്. ക്രൂശിൽ ഫിനിഷ്ഡ്, നിവർത്തിയായി. ತನ್ನನ್ನು ಕಳಿಸಿರುವ ದೌತ್ಯವನ್ನು ಪೂರೈಸಲ್ಪಟ್ಟದಕ್ಕಾಗಿ ಅವನ ಕಾರಣ ಅಲ್ಲಿ ಕೂತಿದ್ದಾನೆ. അപ്പോൾ ഈ പുരോഹിതൻ നടക്കുമ്പോൾ ഈ മാതളപ്പഴവും മണിയും കൂട്ടിമുട്ടുന്ന ശബ്ദം പുറത്ത് കേൾക്കാം. ಈ ಪುರೋಹಿತನು ನಡೆಯುವಾಗ ಅದರಲ್ಲಿ ಹಾಕಿರುವ ಮಣಿಗಳನ್ನು ಟಚ್ ಮಾಡೋ ಶಬ್ದವನ್ನು ನಮಗೆ ಕೇಳಬಹುದು. ജനം ഭയഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ಜನರು ಭಯ ಭಕ್ತಿ ಹೊಂದಿದ್ದು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇರ್ತಾರೆ. ഈ പുരോഹിതൻ അകത്ത് കയറി ജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ಈ ಜನರು ಪುರೋಹಿತನಿಗೋಸ್ಕರ ದೇವರೊಂದಿಗೆ ಅಪೇಕ್ಷಿಸುತ್ತಾರೆ. ജനം മുഴുവൻ പ്രാർത്ഥനാ നിരതരായി പ്രാകാരത്തിൽ നിൽക്കും. ಜನರು ಸಂಪೂರ್ಣವಾಗಿ ಪ್ರಾರ್ಥನಾ ನಿರತರಾಗಿರುತ್ತಾರೆ. ഒടുവിൽ ഈ പുരോഹിതൻ പുറത്തു വന്ന് ചോരത്തളി അവരുടെ മേൽ തളിച്ചവരെ അനുഗ്രഹിപ്പാനിടയായി തീരും. ಕೊನೆ ಟೈಮ್ನಲ್ಲಿ ಪುರೋಹಿತನು രക്തವನ್ನು ಅವರ ಮೇಲೆ ಸುರಿಯಲ್ಪಡಬೇಕು. നമ്മുടെ ചിന്ത ഈ തിരശ്ശീല ഇങ്ങനെ കിടക്കുകയാണ്. ನಮ್ಮ ಚಿಂತೆ ಇದು ಈ ತೆರೆಯನ್ನು ಹಾಗೆ ಬಿದ್ದಿದೆ. 60 അടിയോളം നീളമുണ്ടെന്നൊരു കണക്ക്. 60 ಅಡಿ ಅದಕ್ಕೂ ಉದ್ದ ಇದೆ. 20 അടി വീതി അതിനുണ്ട്. 20 അടി വീതി. 4 ഇഞ്ച് ഘനം അതിനുണ്ട്. 4 ഇഞ്ച് ഘനವಿದೆ. കുതിരകളിലെ കെട്ടിവലിച്ചാൽ പോലും കീറാത വണ്ണം അത്ര ബലമുള്ളതാണത്. കുതിരകളിಂದ ಎಳಿಸಿದ್ರು ಕೂಡ ಅದು ಮುರಿಯಲಾಗುವುದಿಲ್ಲ. നിങ്ങളുടെ കൂടെ വരണം ഞാൻ ഈ പറയുന്ന ചിന്തയോട് ചേർന്ന്. ನೀವು ಈ ചിന്തಗೊಂದಿಗೆ ಬರಬೇಕು. നമ്മുടെ ചിന്ത എന്തുകൊണ്ട് സഭായം ഉപേക്ഷിക്കരുത്? ഒന്ന്, ദേഹം എന്ന തിരശ്ശീല കീറി. ನಾವು ಚಿಂತಿಸುವುದು ಸಭಾಯೋಗ ಯಾಕೆ ಬಿಟ್ಟು ಬಿಡಬಾರದು ಎಂಬುದಾಗಿ. ഏകദേശം 1500 വർഷത്തോളം ഇങ്ങനെയായിരുന്നു ആ സിസ്റ്റം നിന്നത്. 1500 ವರ್ಷವೂ ಇದೇ ತರ ನಿಂತಿದ್ರು. ജനം പുറത്തു വന്നിട്ട് കേട്ടിട്ട് മടങ്ങത്തേ ഉള്ളൂ. ಜನರು ಹೊರಗಡೆ ಬಂದು ಕೇಳಿ ವಾಪಸ್ ಹೋಗ್ತಾ ಇದ್ರು. അകത്തിറങ്ങുന്ന തേജസ് അവർക്ക് കാണാൻ പറ്റത്തില്ല. ಒಳಗಡೆ ಇಳಿದು ಬರುವ ದೇವರ ಮಹಿಮೆಯನ್ನು ನೋಡುವುದಕ್ಕೆ ಅವರಿಗೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ. അകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ಒಳಗಡೆ ಅವರು ಬರುವ ದೈವಿಕ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸಲು ಅವರಿಗೆ ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. പുരോഹിതൻ പറയുന്നത് കേട്ടവർ മടങ്ങുകയാണ്. ಪುರೋಹಿತನು ಏನು ಹೇಳ್ತಾನೆ ಅದು ಕೇಳಿ ಅವರು ವಾಪಸ್ ಹೋಗ್ತಾ ಇದ್ರು. എന്നാൽ 1500 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് 1500 ವರ್ಷಗಳ ಹಿಂಭಾಗ ഒരിടത്ത് തിരശ്ശീല കീറി. ಒಂದು ಜಾಗದಲ್ಲಿ ತೆರೆಯಲ್ಪಟ್ಟಿತು. മത്തായി സുവിശേഷം 27:51. ಮತ್ತಾಯನ ಬರೆದ ಸುವಾರ್ತೆ 27:51 ವಾಕ್ಯ. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി കീറിപ്പോകുവാനിടയായി. ಮಂದಿರದಲ್ಲಿ ಇರುವ ತಿರಸ್ಕರಣೆಯನ್ನು ಮೇಲಿಂದ ಕೆಳಗಡೆವರೆಗೂ രണ്ടായി വിഭാഗിಸಲ್ಪಟ್ಟಿತ್ತು. ഇതെങ്ങനെയാ എപ്പോഴാ കീറിയത്? ಯಾವಾಗ ಇದು ಅರ್ಧೋಗಿರುವುದು? അതിനധികം ദൂരമല്ലാതെ ಅದು ಜಾಸ್ತಿ ದೂರವಲ್ಲದೆ ഒരുവന്റെ ദേഹം കീറപ്പെടുകയായിരുന്നു. ಒಬ್ಬನ ದೇಹವನ್ನು ಕೀಳಲ್ಪಟ್ಟಿದೆ. ദൈവത്തിന്റെ തേജസ് കാണാൻ കഴിയാത്തൊരു ജനത്തിൽ നിന്ന് ದೇವರ ಮಹಿಮೆಯನ್ನು ನೋಡಕ್ಕಾಗದಿರುವ ಜನರಿಂದ ദൈവത്തിന്റെ തേജസ് കാണാൻ, ದೇವರ ಮಹಿಮೆಯನ್ನು ನೋಡುವುದಕ್ಕೆ, ദൈവത്തിന്റെ വെളിപ്പാട് കാണാൻ, ದೇವರ ಪ್ರಕಟಣೆಯನ್ನು ನೋಡುವುದಕ್ಕೆ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳುವುದಕ್ಕೆ പ്രാകാരത്തിൽ വന്നു നിന്ന് പോകാനല്ല, ಹೊರಭಾಗದಲ್ಲಿ ಬಂದು ನಿಂತು ವಾಪಸ್ ಹೋಗುವುದಕ್ಕಲ್ಲ. ആ തിരശ്ശീല ചീന്തപ്പെടുമ്പോൾ ಆ ತೆರೆಯನ್ನು ವಿಭಾಗಿಸಲ್ಪಡುವಾಗ എഴുത്തുകാരൻ വിളിച്ചു പറയുന്നു,
പന്തിരവനെ ഏൽക്കാനെ യേശുവിന്റെ ശരീരം കീറപ്പെട്ടത് കൊണ്ടാണ് നീ ദൈവ പൈതലായി മാറുവാനിടയായത്. ശരീരವನ್ನು ವಿಭಾಗಿಸಲ್ಪಟ್ಟದಿಂದ ನೀನು ದೈವ ಬದಲಾಗಿದೆ. തിരശ്ശീല മേൽ തൊട്ട് താഴെ വരെ കീറി. ತೆರೆಯನ್ನು ಮೇಲಿಂದ ಕೆಳಭಾಗವರೆಗೂ ವಿಭಾಗಿಸಲ್ಪಟ್ಟಿದೆ. യേശുവിന്റെ ശരീരത്തെ ആ തിരശ്ശീലയോട് ഉപമിക്കുകയാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಶರೀರವನ್ನು ಆ ತಿರಸ್ಶೀಲೆಯೊಂದಿಗೆ ಒಪ್ಪಿಟ್ಟು ಹೇಳ್ತಾ ಇದೆ. കാൽവരിയിലേക്ക് നോക്കിക്കേ. ಕಾಲ್ವರಿನಲ್ಲಿ ನೀವು ನೋಡಿ, തലയിൽ മുൾക്കിരീടം ധരിക്കപ്പെട്ടവനായി, ಶಿರಸ್ಸಿನಲ್ಲಿ ಮುಳ್ಕಿರೀಡವನ್ನು ಧರಿಸಲ್ಪಟ್ಟವನಾಗಿ, രണ്ട് കൈകളിലും ആണികൾ അടിക്കപ്പെട്ടവനായി, ಎರಡು ಕೈಗಳಲ್ಲಿಯೂ ಆಣಿಯನ್ನು ಚಚ್ಚಲ್ಪಟ್ಟವನಾಗಿ, ചേർത്ത് നിർത്ത കാലുകളിൽ ആണി അടിക്കപ്പെട്ടവനായി, ಸೇರಿಸಿಟ್ಟಿದ್ದ ಕಾಲುಗಳಲ್ಲಿ ಮೊಳೆಯನ್ನು ಹೊಡೆದಿರುವನಾಗಿ, പുറം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ടവനായി, ಹಿಂಭಾಗವನ್ನು ಪರಿಪೂರ್ಣವಾಗಿ ಹೊಡೆಯಲ್ಪಟ್ಟವನಾಗಿ, ആ തിരശ്ശീലയുടെ തല മുതൽ പാദം വരെ കീറലുണ്ടാകുവാനിടയായി. ಆ ತೆರೆಯನ್ನು ಶಿರಸ್ಸಿಂದ ಪಾದವರೆಗೂ ಅರ್ಧಲ್ಪಟ್ಟಿದ್ದು. കമ്മീണം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ನೋಡ್ರಿ, ನಾವು ದೇವರ ಮಕ್ಕಳೆಂದು ಕರೆಯಲ್ಪಡುವುದಕ್ಕೆ പിതാവ് നമുക്ക് നൽകിയ സ്നേഹമാണ് കാണുന്നത്. ಆ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವ ಪ್ರೀತಿയെ ನಾವು ನೋಡ್ತಾ ಇರೋದು. ഒരു കണ്ണ് തന്നല്ല അവൻ രക്ഷിച്ചത്, ಇದು ಕಣ್ಣು ಕೊಟ್ಟಲ್ಲ, ಅವನು ನಮ್ಗೆ ಬಿಡುಗಡೆ ಕೊಟ್ಟಿರೋದು. കരളിന്റെ പകുതി തന്നിട്ടല്ല, ನಮ್ಮ ಲಿವರ್ದು ಅರ್ಧ ಭಾಗವನ್ನು ಕೊಟ್ಟಲ್ಲ, ಅವನು ರಕ್ಷಿಸಿದರು. ഒരു കിഡ്നി തന്നിട്ടല്ല, ಕಿಡ್ನಿ ಕೊಟ್ಟಲ್ಲ, ഒരു മനുഷ്യരിൽ 5 ലിറ്റർ ബ്ലഡ് ഉണ്ട്, അത് മുഴുവൻ അവൻ നമുക്ക് വേണ്ടി ഒഴുക്കി തരുവാനിടയായി. ಈ ಮನುಷ್ಯನಲ್ಲಿ ಇರುವ 5 ಲೀಟರ್ ರಕ್ತವನ್ನು ಅವನು ನಮಗೋಸ್ಕರ ಸುರಿಸಲ್ಪಡಕ್ಕೆ ಕಾರಣವಾಯಿತು. അത് മറന്നിട്ട് ആ 150 രൂപയുടെ ബിരിയാണിക്ക് ഞായറാഴ്ച കല്യാണത്തിന് പോകുന്നത്. ಇದೆಲ್ಲ ಸ್ಮರಣದಲ್ಲಿ ಇಲ್ಲದೆ 139 ರೂಪಾಯಿ ಬಿರಿಯಾನಿಗೋಸ್ಕರ ಮದುವೆಗೆ ಹೋಗ್ತಾರೆ. രാത്രി ഒന്നാമത്തെ ചിന്ത, ಇವತ್ತು ರಾತ್ರಿ ಒಂದನೇ ಚಿಂತೆ, എന്തുകൊണ്ട് സഹായം ഉപേക്ഷിക്കരുത്? ಯಾಕೆ ಸಭಾಯೋಗವನ್ನು ಬೇಷ ಮಾಡಬಾರದು? ദൈവത്തിന്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേലിന് ದೇವರ ಸ್ವಂತ ಜನ ಆಗಿರೋ ಇಸ್ರಾಯೇಲಿಗೆ ഒരിക്കൽ പോലും അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റിയിട്ടില്ല. ಸ್ಥಳ ಕೊಡಿ ಅತಿ ಪರಿಶುದ್ಧ ಜಾಗದಲ್ಲಿ ಪ್ರವೇಶಿಸಕ್ಕಾಗುವುದಿಲ್ಲ. അവർ പ്രാകാരത്തിൽ വന്നു നിന്ന് തിരികെ പോവുകയായിരുന്നു. ಹೊರಭಾಗದಲ್ಲಿ ನಿಂತು ವಾಪಸ್ ಹೋಗ್ತಾ ಇದ್ರು. അവർക്കകത്തേക്ക് കയറാൻ പറ്റിയില്ല. ಅವರು ಒಳಗಡೆ ಅವರು ಪ್ರವೇಶಿಸಕ್ಕಾಗಲಿಲ್ಲ. എന്നാൽ എബ്രായ ലേഖനം 4:16 വായിക്കുന്നു, ಇಬ್ರಿಯರಿಗೆ ಬರೆದಿರುವ ಅಧಿಕಾರ, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, ಆದುದರಿಂದ ಕರುಣೆಯನ್ನು ಸಿಕ್ಕಲಿಕ್ಕೆ, സഹായത്തിലെ കൃപ പ്രാപിപ്പാൻ, ಸಹಾಯದ ಕೃಪೆಯನ್ನು ಹೊಂದಲು ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുക്കാം. ಧೈರ್ಯದಿಂದ ನಾವು ಕೃಪಾಸನದೊಂದಿಗೆ ಪ್ರವೇಶಿಸುತ್ತೆ. ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നിടത്ത് ದೇವರ ತೇಜಸ್ಸು ಇಳಿದು ಬರುವ ഇവിടെ ಜಾಗದಲ್ಲಿ തിരശ്ശീലയില്ല. ಇಲ್ಲಿ ತೆರೆಯನ್ನು ಇಲ್ಲ. നാം ഒരുമിച്ച് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ನಾವು ಒಂದು ಸೇರಿ ಆ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸುತ್ತೇವೆ. അതിന് നമ്മളൊന്നും കൊടുത്തില്ലെന്ന്, ಅದಕ್ಕಾಗಿ ನಾವು ಯಾವುದೂ ಕೊಟ್ಟಿಲ್ಲ, നമ്മൾ വില കൊടുത്തില്ലെന്ന്, ನಾವು ಬೆಲೆಯನ್ನು ಕೊಟ್ಟಿಲ್ಲ. അതിന് വില കൊടുത്ത ഒരുവനുണ്ടെന്ന്. ಅದಕ್ಕೆ ಬೆಲೆ ಕೊಟ್ಟಿರುವನು അവൻ പറഞ്ഞ ശരീരം ഞാൻ തരാം, ಅವನು ಹೇಳಿದ್ದಾನೆ, ನನ್ನ ಶರೀರವನ್ನು ಕೊಡುತ್ತೇನೆ. തകർക്കാൻ ആ ശരീരം ഏൽപ്പിച്ചു കൊടുത്തെന്ന്. ಕಡಿಯಲ್ಪಡಲಿಕ್ಕೆ ಆ ಶರೀರವನ್ನು ಏರ್ಪಡಿಸಿಕೊಟ್ಟಿದ್ದಾನೆ. കുഞ്ഞെ, അത് നീ മറക്കരുത് കേട്ടോ. ಇದು ನೀವು അത് മറന്നു പോകരുത്. ನೀವು ಮರೆತು ಹೋಗಬಾರದು. ആരാധനയേക്കാൾ വലുതല്ല മറ്റൊന്നുമെന്ന് തിരിച്ചറിയണം. ಆರಾಧನೆಗಿಂತ ಹೆಚ್ಚಲ್ಲ ಯಾವುದು. സഭായോഗം മുടക്കി വീട്ടിലിരിക്കരുത്. ಸಭಾಯೋಗವನ್ನು ಬಿಟ್ಬಿಟ್ಟು ನಾವು ಮನೆಯಲ್ಲಿ ಕುಳಿತುಕೊಳ್ಬಾರದು. സഭായോഗം മുടക്കി ബാംഗ്ലൂരിൽ കറങ്ങാൻ പോകരുത്. ಸಭಾಯೋಗವನ್ನು ನಾವು ನಿರ್ಲಕ್ಷ್ಯ ಮಾಡಿ ಬ್ಯಾಂಗ್ಳೂರಿನ ಸುತ್ತಾಡಕ್ಕೆ ഈ ಹೋಗಬಾರದು. രാത്രി ഗൗരവമുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. ರಾಜ್ಯದಲ್ಲಿ ಬಹಳ ಗೌರವದ ವಿಷಯವನ್ನು ಮಾತಾಡ್ತಾ ಇದ್ದೀನಿ. ദേഹമെന്ന തിരശ്ശീല അവൻ കീറി. ಬೆಲೆಯನ್ನು ಅವನು ಬಿಚ್ಚಿದ್ದಾನೆ. അതുകൊണ്ട് സഭായം ഉപേക്ഷിക്കരുത്. ಅದರಿಂದ ಸಭಾಯೋಗವನ್ನು ದ್ವೇಷ ಮಾಡಬಾರದು. ಸ್ವಲ್ಪ ದಿವಸಗಳ ಮುಂಚೆ ചർച്ചിൽ ഒരാള് ನನ್ನ ಚರ್ಚನಲ್ಲಿ ಒಬ್ರು രാവിലെ ഫെയ്ത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ಬೆಳಗ್ಗೆ ನನ್ನ ಹೆಂಡತಿ ಅವ್ರನ್ನ ಕರೆದುಬಿಟ್ಟು ಹೇಳಿದ್ರು, ഞാൻ ആരാധനയ്ക്ക് ഇന്ന് വരുന്നില്ല. ನಾನು ಇವತ್ತು ಆರಾಧನೆಗೆ ಬರ್ತಾ ಇರಲಿಲ್ಲ. അപ്പൊ ഫെയ്ത്ത് ചോദിച്ചെന്താ പറ്റി? ನನ್ನ ಹೆಂಡತಿ ಕೇಳಿದ್ರು, ಏನಾಯ್ತು? അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ളവരെല്ലാം കൂടെ കൂടിയിട്ട് ടൂർ പോവാണ്. ಅಲ್ಲಿ ಸುತ್ತಮುತ್ತಲಿರುವವರು ಸೇರಿ ಟೂರ್ ಹೋಗ್ತಾ ಇದ್ದಾರೆ. വേളാങ്കണ്ണി കാണാൻ പോവാണ്. ಬೇಳಾಂಗಣ್ಣಿ ನೋಡಲಿಕ್ಕೆ ಹೋಗ್ತಾರೆ. എന്നോട് പറഞ്ഞു, ನನ್ನ ಹೆಂಡತಿ ಬಂದು ನನ್ನ ಹತ್ರ ವಿಷಯ ಹೇಳಿದ್ರು. ഞാൻ പറഞ്ഞു, മിക്കവാറും ജീവനെ കണ്ടിട്ട് വരുന്നത് വേളാങ്കണ്ണി കാണത്തില്ല. ಅದು ಮೊಸಳೆಯನ್ನು ನೋಡಿ ಬರ್ಬೋದು, ಬೇಳಾಂಗಣ್ಣಿಯನ್ನು ನೋಡಿ ಬರ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. നാഗർകോവിൽ നെയ്യാറ്റിൻകര നാഗർകോവിൽ എന്ന് ഊരിದೆ, ಅಲ್ಲಿ ಬಂದ್ರು. 1 മണിക്കൂർ യാത്ര. ಒಂದು ಅವರು അന്നേരം തൊട്ട് വാൾ കൊടുക്കാൻ പറ്റി.
ಅವಾಗಿಂದ ಅವರು ವಾಂತಿ ಮಾಡಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಆಯ್ತು. വണ്ടിക്കകത്ത് തുടങ്ങി. ಗಾಡಿ ಒಳಗಡೆ ಶುರುವಾಯ್ತು. വാളും പരിചയമായപ്പോഴത്തേക്ക് 4 കൊല്ലം ഇറങ്ങി. ಅದು ಬಾಳು ಅಂತ ಪರಿಚಯ ಹೇಳ್ತೀವಿ ತಡೆ ಮಾಡಿದ್ರು ಆ ಥರ ಆಗದ ಅದು ಅಲ್ಲೇ ಅಲ್ಲಿ ಇಳಿಸಿಬಿಟ್ಟಿದ್ರು. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വേളാങ്കണ്ണിക്ക് പോയി. ಜೊತೆಗಿರೋರೆಲ್ಲ ಬೆಳಂಗಡಿಗೆ അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. ಅವ್ರು ಯಾರು ರಕ್ಷಿಸಲ್ಪಟ್ಟಿರೋರಲ್ಲ. അടുത്ത തിരുവനന്തപുരം ബസ്സിൽ കയറി വണ്ടിയുടെ സൈഡിൽ ഇരുന്നു. ನೆಕ್ಸ್ಟ್ ತ್ರಿವೇಂದ್ರಂ ಬಸ್ಸಿಗೆ ಬಂದು ಗಾಡಿಯ ಸೈಡಿನಲ್ಲಿ ಕೂತಿದ್ರು. അവിടെ പോയി നെയ്യാറ്റിൻകര വരെ ഛർദ്ദിച്ചു. ಅಲ್ಲಿಂದ ನೆಯ್ಯಾಟಿಂಗರ വീട്ടിൽ വന്ന് 2 ദിവസം ವಾಂತಿ ಮಾಡಿ വീട്ടിൽ വന്ന് 2 ദിവസം കിടന്നു. ಮನೆಯಲ್ಲಿ ಬಂದು 2 ದಿವಸ ಮಲಗಿದ್ರು. ഞാൻ പ്രാർത്ഥിക്കാൻ പോയില്ല. ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ಹೋಗಲಿಲ್ಲ. ഈ വക ഊടായ്പകൾക്കൊന്നും ഞാൻ പ്രാർത്ഥിക്കാൻ പോയില്ല. ಈ ತರ ಗೋಲ್ಮಾಳು ಮಾಡೋದಕ್ಕೆಲ್ಲ ನಾನು ಪ್ರಾರ್ಥನೆ ഞാൻ ಮಾಡ್ತೀನಿ. 3 നിമിഷത്തോട് പറയാം. ನಾವು ನಿಮ್ಮ ಹತ್ರ ಒಂದು ವಿಷಯ ಹೇಳ್ತೀವಿ. സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവർ ಸ್ವಂತವಾಗಿ ಕೆಲಸ ಮಾಡುವರು ഞായറാഴ്ച സഭായോഗം മുടക്കി ജോലിക്ക് പോകരുത്. ಭಾನುವಾರ ಸಭಾಯೋಗವನ್ನು ನಿರ್ಲಕ್ಷ್ಯ ಮಾಡಿ ಕೆಲಸಕ್ಕೆ ಹೋಗಬಾರ್ದು. ആശുപത്രിയിൽ മറ്റിതര ജോലികൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർ നിങ്ങളുടെ സ്ഥാപനമല്ലാത്തതുകൊണ്ട് പോയി മറ്റു ഉപജീവന മാർഗമാണ്. ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಕೆಲಸ ಮಾಡುವವರು ಶಿಫ್ಟ್ ಕೆಲಸಕ್ಕೆ ಹೋಗಲೇಬೇಕು. ಯಾಕಂದ್ರೆ ನಿಮ್ಗೆ ಅದು ಹೋಗಲೇಬೇಕು, ನಿಮ್ಮ ಉಚಿತ ದಾರಿಯಾಗಿದೆ. അതല്ലാത്ത പക്ഷം ಅದಲ್ಲದಿದ್ದರೆ അവനവൻ ചെയ്യുന്ന ജോലിയാണെങ്കിൽ ಅವರವರು ಮಾಡೋ ಕೆಲಸ ಆದ್ರೆ നിനക്ക് 10,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ നീ പോകരുത്. ಮೊದಲೇ ನಿಮಗೂ 10,000 ಕೊಡ್ತೀನಿ ಹೇಳಿದ್ರೆ ನೀವು ಹೋಗಬಾರ್ದು. ആഴ്ചയിലെ 6 ദിവസം ജോലി ചെയ്യാൻ ദൈവം നിനക്ക് ആരോഗ്യം തന്നു. ವಾರದಲ್ಲಿ 6 ದಿವಸ ಕೆಲಸ ಮಾಡೋದಕ್ಕೆ ನಿಮ್ಗೆ ದೇವರೇ ಆರೋಗ್ಯವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. അതാവശ്യമുണ്ടോ? പെട്ടെന്നോട് വാ. ഉപേക്ഷയായി വിചാരിക്കരുത്. ಸಭಾಯೋಗವನ್ನು ಭಾಷೆಯಾಗಿ 6 ദിവസം ജോലി ചെയ്യാൻ ദൈവം ആരോഗ്യം തന്നു. 6 ದಿವಸವನ್ನು ಕೆಲಸ ಮಾಡೋದಕ್ಕೆ ദൈവം ബലം നൽകി തന്നു. ದೇವರು ಬಲವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ദൈവം ശക്തി നൽകി തന്നു. ದೇವರು ಶಕ್ತಿ ಕೊಟ್ಟಿದ್ದಾರೆ. ഒരു ദിവസത്തെ ജോലിക്ക് മാക്സിമം 1,500 രൂപ നഷ്ടപ്പെട്ടെന്ന് വരാം. ಒಂದು ದಿವಸ ಕೆಲಸಕ್ಕೆ ಒಂದು പക്ഷേ അതിനേക്കാൾ മൂല്യമുണ്ട് ആരാധനയ്ക്ക് നമ്മൾ തിരിച്ചറിയണം. ಮಾಲಿನ್ಯದ ಆರಾಧನೆಗೆ ಒಂದು ಚಿನ್ನ ಮಾಡಬೇಕು. നാം മുടക്കുന്ന ഓരോ ആരാധനകൾക്കും നാളെ വില കൊടുക്കേണ്ടി വരുമെന്ന് നാം തിരിച്ചറിയുവാനിടയാകണം. ನಾವು ನಿರ್ಲಕ್ಷ್ಯ ಮಾಡುವ ಒಂದೊಂದು ಆರಾಧನೆಗೆ ನಾವು ಬೆಲೆ ಕೊಡಬೇಕು ಎಂಬುದನ್ನು ಚಿಂತಿಸಬೇಕು. യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ಯೇಸು ಕ್ರಿಸ್ತನು ತನ್ನ ಶರೀರವೆಂಬ ತೆರೆಯನ್ನು കർത്താവ് നമ്മളെ രക്ഷിച്ചത് തന്റെ അവയവമല്ല, തന്റെ പ്രാണൻ നഷ്ടപ്പെടുത്തിയിട്ടാണ്. ದೇವರು ನಮ್ಮನ್ನು ರಕ್ಷಿಸಿರುವುದು ಒಂದು ಅವಯವವನ್ನು ಕೊಟ್ಟಿದ್ದು ಅಲ್ಲ, ಪ್ರಾಣವೇ ಕೊಟ್ಟು ರಕ್ಷಿಸಿದ್ದಾರೆ. എന്തുകൊണ്ട് ആരാധന ഉപേക്ഷിക്കരുത്, സഭായോഗം ഉപേക്ഷിക്കരുത്? ಯಾಕೆ ನಾವು ಸಭಾಯೋಗವನ್ನು ಬೇಷ ഒന്ന് ಮಾಡಬೇಕು? ദേഹമെന്ന തിരശ്ശീല കീറി ಒಂದನೇದಾಗಿ ದೇಹ ಶರೀರವೆಂಬ ತೆರೆಯನ್ನು ತೀರಲ್ಪಟ್ಟಿದೆ. രണ്ടാമത്തെ ചിന്ത ಎರಡನೇ ಚಿಂತೆ അതേ വാക്യം തന്നെ വായിക്കുന്നു. ಅದೇ ವಾಕ್ಯದಲ್ಲಿ ജീവനുള്ള പുതിയ വഴി തുറന്നു. ಜೀವವಿರುವ ಹೊಸ ದಾರಿಯನ್ನು ತೆರೆದಿದ್ದು. പുതിയ വഴി. ಹೊಸ ದಾರಿ. ആ വഴിക്ക് വിളിച്ച പേര് ಆ ದಾರಿಗೆ ನಾವು ಕರೆಯಲ್ಪಟ್ಟಿರುವ ജീവനുള്ള വഴി. ಕರೆಯಲ್ಪಟ್ಟಿರುವ ಹೆಸರು ಜೀವವಿರುವ ದಾರಿ. പഴയ വഴിയല്ല. ಹಳೆಯ ದಾರಿಯಲ್ಲ. അതിനെ കുറിച്ച് ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ಅದ್ರ ಬಗ್ಗೆ ಒಂದು ವ್ಯಾಖ್ಯಾನವನ್ನು ಈ ತರ ಕೊಟ್ಟಿದ್ದಾರೆ. വഴിയില്ലാത്തടത്തൊരു വഴി തുറക്കപ്പെടുന്നത്. ದಾರಿ ಇಲ್ಲದೆ ಜಾಗದಲ್ಲಿ ಒಂದು ದಾರಿ ತೆರೆಯಲ್ಪಟ್ಟಿದೆ. പഴയ വഴികളിലൂടെയല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. ಹಳೆಯ ದಾರಿಯಲ್ಲೆಲ್ಲ ನಾವು ಪ್ರಯಾಣ ಮಾಡೋದು. ആ പഴയ വഴിയായിരുന്നെങ്കിൽ ಆ ಹಳೆಯ ದಾರಿ ಆಗಿದ್ರೆ നാളെ രാവിലെ ഈ ആലയത്തിന് പുറത്ത് ആടും കാളയും ഒക്കെ കാണുമായിരുന്നു. ನಾಳೆ ಬೆಳಗ್ಗೆ ಇಲ್ಲಿ ആട്, കാള, ചെമ്മരിയാട്, കോലാടൊക്കെ കാണുമായിരുന്നു. ಅನೇಕವಾಗಿರುವ ಮೃಗಗಳು ಕಾಣಬಹುದು. അതിനെ മുഴുവൻ ഇവിടെ അറക്കേണ്ടി വന്നേനെ. ಇಲ್ಲಿ ಬಲಿ ಕೊಡಬೇಕಾಗಿದೆ. എന്നാൽ അദ്ദേഹം കീറിയപ്പോൾ ಆದರೆ ಆ ದೇಹ ಶರೀರ ಒಂದು ತೆರೆಯಿದಾಗ ഒരു യാഗം നടക്കപ്പെടുകയാ. ಒಂದು ಯಾಗವನ್ನು ನಡೆಯಲ್ಪಟ್ಟಿದೆ. ഏക യാഗം നടക്കപ്പെട്ടു. ಒಂದು ಯಾಗವನ್ನು ನಡೆಯಲ್ಪಟ್ಟಿದೆ. അതിനകത്തൂടെ തുറക്കപ്പെട്ട വഴിക്ക് രണ്ടുപേരെ ജീവന്റെ വഴി, പുതിയ വഴി തുറക്കപ്പെടുവാനിടയായി. ಎರಡು ಜೀವವಿರುವ ದಾರಿಯನ್ನು ಓಪನ್ ಮಾಡಿದೆ. ഇനി പഴയ വഴിയിലൂടെ പോകണ്ട. ಇನ್ನು ಹಳೆ ದಾರಿಯಲ್ಲಿ ಹೋಗಬಾರದು. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, ರಕ್ಷಿಸಲ್ಪಟ್ಟಿರುವ ದೇವರ നീ ಮಕ್ಕಳೇ, ഇനി പഴയ വഴിയിലൂടെ തിരിച്ചു പോകണ്ട. ನೀವು ಇನ್ನು ಹಳೆ ದಾರಿಯಲ್ಲಿ ತಿರುಗಿ പഴയ വഴിയിലൂടെ യാത്ര ചെയ്യണ്ട. ಹಳೆ ದಾರಿಯಲ್ಲಿ ഒരു പുതിയ വഴി അവൻ തുറന്നു. ಹೊಸ ದಾರಿಯನ್ನು ಅವನು ಓಪನ್ ಮಾಡಿದ್ದಾನೆ. യേശു പറഞ്ഞു, ഞാനാണ് വഴി. ಯೇಸು ಹೇಳಿದ್ದಾನೆ, ನಾನೇ ದಾರಿಯಾಗಿದ್ದೇನೆ. എന്നിലൂടെ പിതാവിലേക്ക് ഒരു വഴി തുറന്നു. ನನ್ನ ಮುಖಾಂತರ ತಂದೆಯ ಹತ್ರ ಒಂದು ದಾರಿಯನ್ನು ತಂದಿದೆ. സ്വർഗത്തിലേക്കുള്ള വഴി, ಪರಲೋಕಕ್ಕೆ ಇರುವ ದಾರಿ, നിത്യജീവനിലേക്കുള്ള വഴി ನಿತ್ಯ ಜೀವಕ್ಕೆ ಇರುವ ದಾರಿ അവൻ തുറന്നു തന്നെന്ന് ಆತನನ್ನು ನಮಗೂ ತಂದು ಕೊಟ್ಟಿದ್ದಾನೆ. നമ്മൾ വഴി വെട്ടി തുറക്കണ്ട. ನಾವು ದಾರಿಯನ್ನು ಓಪನ್ ಮಾಡಬೇಡ. നമ്മളൊരു വഴി ഒരുക്കണ്ട. ನಾವು ಒಂದು ವഴിಯನ್ನು
ಸಿದ್ಧ ಮಾಡಬೇಡ. പഴയ വഴിയിലൂടെ നീ യാത്ര ചെയ്യേണ്ട കേട്ടോ. ಹಳೆಯ ದಾರಿಯಲ್ಲಿ ನೀನು ಯಾತ್ರೆ ഒരു ಮಾಡಬೇಡ. പുതിയ വഴി അവൻ നമുക്ക് വേണ്ടി തുറന്നു. ಹೊಸ ದಾರಿಯನ್ನು ಅವನು ನಮಗೋಸ್ಕರ ತೆರೆದಿದ್ದಾನೆ. എന്തുകൊണ്ടായി ലേഖന കർത്താവ് എന്ന് പറയാൻ കാരണം? ಯಾಕೆ ಲೇಖನ ಕರ್ತನನ್ನು ಈ ತರ ಹೇಳಿದ್ರು? യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ് എബ്രായ ക്രിസ്ത്യാനികൾ. ಯಹೂದ ಮತದಿಂದ ಕ್ರಿಶ್ಚಿಯನ್ ನಂಬಿಕೆಯಲ್ಲಿ ಬಂದಿರುವವರೇ ಇವರು. അവരുടെ അഭിമാനമായിരുന്നു യെരൂശലേം ദേവാലയം. ಅವರ ಜೀವನದಲ್ಲಿ ಅವರಿಗೊಂದು ಹೆಮ್ಮೆ ಆಗಿತ್ತು ಯೆರೂಸಲೇಮ್ ದೇವಾಲಯ. നമ്മൾ ഈ പള്ളിയൊക്കെ വിട്ടു വന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ചോരത്തളപ്പുണ്ടാകും. ನಾವು ಹಳೆ ಚರ್ಚೆಲ್ಲ ಬಿಟ್ಟು ಬಂದ್ರು ಒಂದು ರಕ್ತ ಕುದಿಯುತ್ತೆ. ഞങ്ങളുടെ പള്ളിയില്ലേ ನಮ್ಮ ಚರ್ಚೆ ಇತ್ತ അങ്ങനെ പറയത്തുള്ളൂ. ಹಾಗೇನೆ ಹೇಳೋದು. വിട്ടു വന്ന് 16 വർഷം കഴിഞ്ഞാൽ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയില്ലേ. ಬಿಟ್ಟು ಬಂದು 16 ವರ್ಷ ಆದ್ರೂ ಹಾಗೆ ಹೇಳೋದು. അവിടുത്തെ വെടിക്കെട്ടൊന്ന് കാണുന്നത് ಅಲ್ಲಿ ಇವರ പടക്കം പൊട്ടിക്കുന്നത് ಪಟಾಕಿ ಹೊಡೆಯೋದು ನಾವು ನೋಡ್ಬೇಕು. കാണേണ്ടതാ. ಅದನ್ನ ನೋಡ್ಬೇಕು. കൊടയൊക്കെ കറങ്ങുന്ന കണ്ടാൽ ಅದು തന്നെ ಛತ್ರಿ ಎಲ್ಲ ತಿರ್ಗಾಡೋದು ನೋಡಿದ್ರೆ ನಾವೇ ತಿರ್ಗಾಡ್ತೀವಿ. എനിക്ക് അന്നേരം ഒരു ആഗ്രഹം ഒന്ന് പോകണമെന്ന് ഒരു പിടിരി കയറും. ಆವಾಗ ನನ್ಗೊಂದು ಹೋಗ್ಬೇಕು ಅಂತ ಇಷ್ಟ അവിടെ കയറിയ മതിലിന്റെ പുറത്തൊന്ന് നിന്നാൻ കൊള്ളാമെന്നൊരു തോന്നല്. ಅಲ್ಲಿ ಹೋಗಿ ಆ ಗೋಡೆ ಹತ್ರ ನಿಂತ್ಕೊಂಡು ನೋಡೋಣ ಅಂತ ಆಸೆ. ഇവർക്ക് ഇടയ്ക്കൊരു ആഗ്രഹം തോന്നിയെന്ന്. ಈ ತರ ಒಂದು ಆಸೆಯನ್ನು ಒಂದು ಟೈಮ್ ನೋಡಿ. യെരൂശലേം ദേവാലയം ഒരു അഭിമാന സ്തംഭമായിരുന്നു. ಯೆರೂಸಲೇಮ್ ದೇವಾಲಯವನ್ನು ಇವರಿಗೆ ಹೆಮ್ಮೆ ವಿಷಯವಾಗಿದೆ. അവിടുത്തെ യാഗങ്ങളും വഴിപാടുകളും ഒക്കെ ഭയങ്കരമായിരുന്നു. ಅಲ್ಲಿ ನಡೆದಿರುವ ಬಲಿಗಳನ್ನು ಯಾಗಗಳನ್ನು ದೊಡ್ಡದಾಗಿ ಅವರಿಗೆ ಕಾಣಪಟ್ಟಿದೆ. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ആ വഴിയിലോട്ടൊക്കെ പോയാൽ കൊള്ളാമെന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. ಒಂದೊಂದು ಟೈಮಲ್ಲಿ ಅಲ್ಲಿ ಒಂದು ಹೋಗಿದ್ರೆ ಪರವಾಗಿಲ್ಲ ಅಂತ ಅನಿಸ್ತಾ ಇತ್ತು. നമ്മൾ വിശ്വാസത്തിൽ വന്നാലും ഇടയ്ക്കിടയ്ക്ക് പഴയ വഴിയിലോട്ട് എന്ത് ചെയ്യും? ನಾವು ನಂಬಿಕೆಯಲ್ಲಿ ಬಂದ್ರು ನಾವು ಹಳೆ ದಾರಿಗೆ ಏನ್ ಮಾಡ್ತೀವಿ? അറിയത്തില്ല, നമ്മൾ ഓർക്കാതെ വായി എന്നൊക്കെ പറഞ്ഞു. ನಾವು ನೆನೆಸದೆ ನಾವು ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. പൗലോസ് പറഞ്ഞത് വേണ്ട, ಬೇಡ, നിനക്കൊരു പുതിയ വഴി അവൻ തുറന്നു. ನಿನಗೊಂದು ಹೊಸ ದಾರಿಯನ್ನು ಅವನು ತೆಗೆದಿದ್ದಾನೆ. പഴയ വഴിയിലൂടെ നീ നടക്കണ്ട. ಹಳೆ ದಾರಿಯಲ್ಲಿ ನೀನು ನಡೆಯಬೇಡ. അത് സ്വഭാവത്തെ കൂടെ കാണിക്കുകയാ. ಅದು ನಮ್ಮ ಸ್ವಭಾವವನ್ನು പഴയ സ്വഭാവങ്ങളോട് നമ്മൾ വിട പറഞ്ഞു. ಹಳೆ ಸ್ವಭಾವಗಳಿಂದ ನಾವು ಬಿಡಬೇಕು. പഴയ സ്വഭാവങ്ങളോട് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു. ಹಳೆ ಸ್ವಭಾವದೊಂದಿಗೆ ನಾವು ಗುಡ್ ಬೈ ಹೇಳಿದ್ವಿ. പഴയ വഴിയിലൂടെ നീ യാത്ര ചെയ്യണ്ട. ಹಳೆ ದಾರಿಯಲ್ಲಿ ನೀವು ಯಾತ್ರೆ ഒരു പുതിയ വഴി അവൻ നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി. ಹೊಸ ದಾರಿಯನ್ನು ಅವನು ನಮಗೋಸ್ಕರ കുഞ്ഞെ, അതുകൊണ്ട് നീ സഭായം ഉപേക്ഷിക്കരുത്. ಆದ್ದರಿಂದ ನಾವು ಸಭಾಯೋಗವನ್ನು ಉಪೇಕ್ಷೆ ಮಾಡಬಾರದು. അതുകൊണ്ട് നീ ആരാധന നിസ്സാരമായി കാണരുത്. ಆದ್ದರಿಂದ ನೀ ಆರಾಧನೆಯನ್ನು ನಿಸ್ಸಾರವಾಗಿ ಎಣಿಸಲ್ದು. ഈ വഴിയിൽ അനേകർ പ്രവേശിക്കാതിരിക്കുമ്പോ, ಈ ದಾರಿಯಲ್ಲಿ ಅನೇಕರು ಪ್ರವೇಶನ ಮಾಡದಿದ್ದಾಗ, അനേകർക്ക് ഇപ്പോഴും അതിന് കഴിയാതെ നിൽക്കുമ്പോ, ಅನೇಕರಿಗೆ ಅದು ಸಾಧ್ಯವಾಗದೇ ಇರುವಾಗ കൃപയാൽ ദൈവം നമുക്കതിന് ഭാഗ്യം നൽകുവാനിടയായി. ದೇವರು ಭಾಗ್ಯವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ನಮ್ಮ ശಕ್ತಿಯಿಂದಲ್ಲ, ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ച വഴിയല്ല, ഇത് വില കൊടുത്ത് വാങ്ങിയ വഴിയല്ല, ഇത് പൈതൃക പാരമ്പര്യമായി കൈമാറിയതല്ല, പാരമ്പര്യವಾಗಿ ಮಾರ್ಪಟ್ಟಿರುವುದಲ್ಲ, എന്റെ പിതാവ് തന്ന വഴിയല്ല. ತಂದೆಯಾದರೂ ಕೊಟ್ಟಿರುವ ഇത് യേശുവിന്റെ അദ്ദേഹം കീറിയ പത്മരകമുള്ള വഴിയോ. ದಾರಿಯಾಗಿದೆ. അത് ഞാൻ ഒരു പൈസ കൊടുത്തിട്ടില്ല, ಅದಕ್ಕೆ ನಾನು ಯಾವ ಕಾಸು ನಾವು ಕೊಡಲಿಲ್ಲ, അതിന് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ನಾನು ಏನು ಕೊಡಲಿಲ್ಲ. അതിന് ബൈബിൾ വിളിക്കുന്ന പേരാ കൃപ. God riches at Christ's expense. ക്രിസ്തു ചെലവായി പോയതുകൊണ്ട് ദൈവം നൽകിയ സമ്പാദ്യമാണ് കൃപ. ജീവന്റെ വഴി ദൈവം കരമായി നൽകുകയാണ്. ಕೊಟ್ಟಿರುವ ವಿಷಯವಾಗಿ ಜೀವವನ್ನು ಬೆಲೆಯಾಗಿ ಕೊಟ್ಟಿರುವುದಕ್ಕಾಗಿ ತೀರಾ ವಿಷಯವಾಗಿದೆ ನಮ್ದು ರಕ್ಷೆ. ಮೂರನೇದಾಗಿ 20ാമത്തെ വാക്യം വായിക്കാം. 10ാം അധ്യായം 20ാമത്തെ വാക്യം. എന്തുകൊണ്ട് സഭായോഗം ഉപേക്ഷിക്കരുത്? 10ನೇ ಅಧ್ಯಾಯ ആ. 20ನೇ ವಾಕ್ಯ. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിൽ ഒരിക്കൽ രക്തത്താൽ പ്രവേശനം ലഭിച്ചതുകൊണ്ട്, ರಕ್ತದಿಂದ ನಮಗೆ ಪ್ರವೇಶನವನ್ನು ಸಿಕ್ಕಿದಾಗ, ഈ പഴയ നിയമത്തിലെ ಹಳೆಯ ಒಡಂಬಡಿಯಲ್ಲಿ ആടിനെയും കാളയും ഒക്കെ അറുത്ത് അതിന്റെ രക്തമെടുക്കും. ಕುರಿಮರಿಗಳನ್ನು ಸಾಯಿಸಿ ಅದರಿಂದ ರಕ್ತವನ್ನು ಹಂಚುತ್ತಾ ಇದ್ರು. പക്ഷെ ആ രക്തം കൊണ്ട് മഹാപുരോഹിതനല്ലാതെ മറ്റാർക്കും അകത്ത് കയറാൻ കഴിയത്തില്ല. ಆ ರಕ್ತದೊಂದಿಗೆ ಮಹಾಪುರೋಹಿತನಿಗೂ ಮಾತ್ರ ಒಳಗೆ ಬೇರೆ ಯಾರಿಗೂ ಒಳಗಡೆ ಸೇರಲಿಕ್ಕೆ പക്ഷെ ಆಗಲಿಲ್ಲ. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നറിയാമോ? ಇಲ್ಲಿಯ ವಿಶೇಷತೆ ಏನು ಗೊತ್ತಾ? ഒരുവന്റെ രക്തം ഒഴുകപ്പെട്ടപ്പോ ಒಬ್ಬನ ರಕ್ತವನ್ನು ಸುರಿಯಲ್ಪಡುವಾಗ ആ രക്തത്താൽ അവനിൽ വിശ്വസിക്കുന്ന സകലർക്കും പ്രവേശനം ಆ ലഭിക്കുവാനിടയാ. ರಕ್ತವನ್ನು ನಮಗೂ ಸಕಲರಿಗೂ ಅದರಲ್ಲಿ ಪ್ರವೇಶನ ಸಿಕ್ಕುವುದು. ഇതൊരു സാധാരണ കാര്യമല്ല കേട്ടോ. ಇದೊಂದು ಸಾಧಾರಣ ವಿಷಯವಲ್ಲ. വീടിന്റെ വലുപ്പം നോക്കാതെ, ಮನೆಯದು ಸೈಜನ್ನು ನೋಡದೆ, നമ്മുടെ സൗന്ദര്യം നോക്കാതെ, ನಮ್ಮ ರೂಪ ಸೌಭಾಗ್ಯವನ್ನು ನೋಡದೆ,
നമ്മുടെ പണം നോക്കാതെ, ಹಣವನ್ನು ನೋಡದೆ, നമ്മുടെ വിദ്യാഭ്യാസം നോക്കാതെ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ನೋಡದೆ, യേശുവിന്റെ അടുത്തേക്ക് ഓടിച്ചല്ല ಯೇಸು ಕ್ರಿಸ್ತನ ದಾರಿಯಲ್ಲಿ അവന്റെ അടുക്കലിരിക്കാം, കർത്താവിന്റെ അടുക്കലിരിക്കാം, ಕರ್ತನ ಸಮೀಪದಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳುವುದಕ್ಕೆ, എന്റെ അപ്പ എന്ന് വിളിക്കാം. ನನ್ನ ಅಪ್ಪನೇ ಎಂದು ಕರೆಯಲಿದ್ದಕ್ಕೆ, ആ രക്തത്താൽ അവൻ എനിക്ക് പ്രവേശനം നൽകുവാനിടയായി. ಆ ರಕ್ತದಿಂದ ಆತನನ್ನು ನನಗೆ ಪ್ರವೇಶನ ಕೊಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഈ ലോകത്തെല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ തുറക്കത്തില്ല. ಈ ಲೋಕದಲ್ಲಿ ಎಲ್ಲ ಬಾಗಿಲನ್ನು ನಮ್ಮ ಮುಂದಾಗಿ ತೆಗೆಯುವುದಿಲ್ಲ. എല്ലാ വാതിലുകളിലും എല്ലാവർക്കും കയറാൻ കഴിയത്തില്ല. ಎಲ್ಲ ಬಾಗಿಲಲ್ಲಿ ಎಲ್ಲರಿಗೂ ನಮ್ಗೆ ಹತ್ತಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. വിഐപികൾ പോകുന്ന വാതിലുകളുണ്ട്, ಹೋಗುವ ಪ್ರವೇಶನ ಮಾಡುವ ದ್ವಾರಗಳಿದೆ. വിഐപികൾ പോകുന്ന വാതിലുകളുണ്ട്. ವಿಐಪಿಗಳು ಹೋಗುವ ದ್ವಾರಗಳಿದೆ. അതിനകത്ത് സാധാരണക്കാരെ കടത്തിവിടത്തില്ല. ಒಳಗೆ ಸಾಧಾರಣ ಮನುಷ್ಯರನ್ನು ಪ್ರವೇಶಿಸುವುದಿಲ್ಲ. പക്ഷെ ഇവിടെ വായിക്കുന്നു, ಇಲ್ಲಿ ನಾವು ಓದುವುದೇನೆಂದ್ರೆ, ഒരുവൻ രക്തം ചീന്തിയപ്പോ ಒಬ್ಬನು ರಕ್ತವನ್ನು ಸುರಿಸಿದಾಗ നമുക്ക് പ്രവേശനം കിട്ടി. ನಮಗೆ ಪ್ರವೇಶನವನ್ನು ಸಿಕ್ಕಿತು. എവിടേക്കാ കിട്ടിയത്? ಎಲ್ಲಿಗೆ ಸಿಕ್ಕಿದೆ? മന്ദിരത്തിലേക്ക് പ്രവേശനം കിട്ടി. ಮಂದಿರದೊಳಗಡೆ ನಮಗೆ ಪ್ರವೇಶನವನ್ನು ಸಿಕ್ಕಿದೆ. ദൈവത്തിന്റെ അടുക്കലേക്ക് കയറാൻ കഴിയുമെന്ന് ದೇವರ ಸಮೀಪಕ್ಕೆ ನಮಗೆ ಹೋಗಲಿಕ್ಕೆ ಆಗುತ್ತದೆ. ഈ എബ്രായ ക്രിസ്ത്യാനികളോട് പറയുക, ಎಬ್ರಾಯ ಕ್ರಿಸ್ತರೊಂದಿಗೆ ಹೇಳ್ತಾ ಇರೋದು, ഇസ്രായേലിന് കിട്ടാത്ത ഭാഗ്യമാണ് യേശുവിന്റെ ക്രൂശുമരണത്താൽ നമുക്ക് ലഭിക്കപ്പെട്ടത്. ಇಸ್ರಾಯೇಲಿಗೆ ಸಿಕ್ಕದೇ ಇರುವ ಭಾಗ್ಯವಾಗಿದೆ ಯೇಸು ಕ್ರಿಸ್ತನ ಮರಣದೊಂದಿಗೆ ನಮಗೆ ಸಿಕ್ಕಿರುವುದು. കുഞ്ഞെ, അതുകൊണ്ട് സഭായോഗം ഉപേക്ഷിക്കരുത്. ಆದ್ದರಿಂದ ಸಭಾಯೋಗವನ್ನು ನೀವು ഉപേക്ഷിಸಬಾರದು. അതിനെ നിസ്സാരമായി കാണരുത്. ಅದು ಸಾಮಾನ್ಯವಾಗಿ ತಳ್ಳಬಾರದು. അതിനെ വിലയില്ലാതെ കാണരുത്. ಬೆಲೆಯಿಲ್ಲದಾಗಿ ನೋಡಬಾರದು. ഈ ആഴ്ച മുടങ്ങിയാൽ അടുത്ത ആഴ്ച പോകാമെന്ന് ചിന്തിക്കരുത്. ಈ ವಾರವನ್ನು ಹೋಗಲಿ ಬರ ವಾರ ಹೋಗೋಣ ಅಂತ ಚಿಂತಿಸಬಾರದು. സഭയുടെ യോഗങ്ങൾ എല്ലാം സഭായോഗമാണ്. ಸಭೆಗಳ ಎಲ್ಲಾ ಯೋಗಗಳು ಸಭಾಯೋಗವಾಗಿದೆ. എങ്കിലും ഞായറാഴ്ചത്തെ യോഗങ്ങൾ പ്രാധാന്യമുള്ളതാണെന്ന് മറക്കരുത്. ಆದರೂ ಭಾನುವಾರದಲ್ಲಿರುವ ಸಭಾಯೋಗವನ್ನು ವಿಶೇಷವಾಗಿರುವುದು ಮರೆಯಬಾರದು. നാലാമത്തെ ചിന്ത, ನಾಲ್ಕನೇ ಚಿಂತೆ, ധൈര്യം നൽകി. 21ാമത്തെ വാക്യം വായിച്ചു. 20-21 ചേർത്ത് വായിച്ചു. പ്രവേശനത്തിന് ധൈര്യവും 20-21 ചേർത്ത് വായിക്കാം. തന്റെ രക്തത്താൽ ആ. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ആ. ധൈര്യവും ആ. ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് ആ. നാം ദുർബല സാക്ഷി നിൽക്കട്ടെ, ധൈര്യം നൽകി എന്ന അടുത്ത വാക്ക്. ಧೈರ್ಯವನ್ನು ಕೊಟ್ಟಿದೆ ಅಂತ ಬಂದಿದೆ ವಾಕ್ಯವನ್ನು. പേടിക്കണ്ട, ಭಯಪಡಬೇಡ, അധൈര്യപ്പെടണ്ട. ಧೈರ್ಯ ಹೊಂದಬೇಡ. ഞാൻ മരിച്ചു വീഴത്തില്ല. ನಾನು ಸತ್ತು ಬೀಳುವುದಿಲ್ಲ. പഴയ നിയമത്തിൽ ഒരുത്തൻ അങ്ങനെ കയറത്തില്ല, വിറയ്ക്കും. ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಒಬ್ಬನೇ ಆತರ ಪ್ರವೇಶಿಸಲ್ಲ, ಅವನು ನಡುಗುತ್ತಾನೆ. പുരോഹിതൻ, മഹാപുരോഹിതൻ പോലും ഭയപ്പെട്ട അകത്ത് കയറുന്നത്. ಪುರೋಹಿತನು ಸಹ ಭಯದೊಂದಿಗೆ ಪ್ರವೇಶಿಸುತ್ತಾ ಇದ್ದರು. മരിച്ചു വീഴാൻ സാധ്യത ഉണ്ടെന്നാ പറഞ്ഞത്. ಸತ್ತು ಬೀಳೋದಕ್ಕೆ ಸಾಧ್ಯತೆ എന്തെന്ന് അവർക്ക് ಗೊತ್ತಿತ್ತು. എന്നാൽ ഇവിടെ ലേഖനകർത്താവ് പറയുന്നു, ಈ ಲೇಖನಕರ್ತನು ಹೇಳ್ತಾನೆ, നിനക്ക് ധൈര്യത്തോടെയല്ല, ನಿನಗೂ ಧೈರ್ಯದೊಂದಿಗೆ ಪ್ರವೇಶಿಸಬಹುದು. ബലഹീനത ഉണ്ടാകാം, ಬಲಹೀನತೆ ಇರಬಹುದು, കുറവുകൾ ഉണ്ടാകാം, ಕಮ್ಮಿಗಳು ಇರಬಹುದು, തെറ്റുകൾ വരാം, ತಪ್ಪುಗಳು ಬರಬಹುದು, പാപങ്ങൾ സംഭവിച്ചിരിക്കാം. ಪಾಪಗಳು ಸಂಭವಿಸಿರಬಹುದು. പക്ഷെ അടുത്ത് എന്നിട്ട് ಆದ್ರೆ ಹತ್ರ ಹೋಗಿ, എന്റെ പിതാവ് ನನ್ನ ತಂದೆಯೇ എന്നോട് ക്ഷമിക്കണമേ എന്ന് ನನ್ನನ್ನು ಕ್ಷಮಿಸು ಎಂಬುದಾಗಿ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ ಹೃದಯದಿಂದ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ അവൻ നമ്മളെ ശുദ്ധീകരിപ്പാനിടയായി തീരും. ಆತನನ್ನು ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸಲ್ಪಡುತ್ತದೆ. അവൻ നമ്മളെ ശുദ്ധീകരിപ്പാനിടയാകും. ಆತನನ್ನು ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸಲ್ಪಡುತ್ತದೆ. നീ അവിടെ മരിച്ചു വീഴത്തില്ല, ನೀವು ಅಲ್ಲಿ ಸತ್ತು ಬೀಳುವುದಿಲ್ಲ, നീ അവിടെ പട്ടുപോകത്തില്ല. ನೀನು ಅಲ್ಲಿ ಬಿದ್ದು ಹೋಗುವುದಿಲ್ಲ, അറച്ചു നിൽക്കണ്ട, ನೀನು ಭ್ರಮಿಸುವುದಿಲ್ಲ, മടിച്ചു നിൽക്കണ്ട, ನೀನು ಹತ್ರ ಹೋಗೋದಕ್ಕೆ ಅಂಜಬೇಡ, പേടിച്ചു നിൽക്കണ്ട. ಭಯದೊಂದಿಗೆ ನಿಲ್ಲಬೇಡ, ധൈര്യത്തോടെ നിനക്ക് ദൈവത്തോട് അടുത്ത് വരാം. ಧೈರ್ಯದೊಂದಿಗೆ ನಿನಗೆ ದೇವರ ಸಮೀಪ ಹೋಗಬಹುದು. പുതിയ നിയമം നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത്. ಒಡಂಬಡಿಕೆ ಪ್ರಕಾರ ಸಿಕ್ಕಿರುವ ದೊಡ್ಡ ಭಾಗ್ಯವೇ ಅದು. ധൈര്യത്തോടെ ദൈവത്തോട് നമുക്ക് അടുത്ത് വരുവാൻ കഴിയും. ಧೈರ್ಯದೊಂದಿಗೆ ದೇವರ ಸಮೀಪಕ್ಕೆ ಬರುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. അങ്ങനെയാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ಆದ್ದರಿಂದ ನಮ್ಮನ್ನು ಕೇಳುವ ದೇವರ ಮಕ್ಕಳೇ, ആരാധന ഉപേക്ഷിക്കരുത്. ಆರಾಧನೆ ಬೇಷ ಮಾಡಬಾರದು. ആരാധനയ്ക്ക് പോകാൻ ആരോഗ്യമുണ്ടെങ്കിൽ, ಆರಾಧನೆಗೆ ಹೋಗುವುದಕ್ಕೆ ನಿಮ್ಗೆ ಆರೋಗ್ಯ ಇರುವುದಾದರೆ, ബലമുണ്ടെങ്കിൽ ಬಲವಿದ್ದರೆ പ്രാർത്ഥനയ്ക്ക് പോകണം. ಪ್ರಾರ್ಥನೆಗೆ ನೀವು ಹೋಗಬೇಕು. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ ഒരു ഇന്റർവ്യൂ കാണുവാനിടയായി. ನಾನು ಕಳೆದ ಒಂದು ದಿವಸದಲ್ಲಿ ಒಂದು ದೇವದಾಸನ ಇಂಟರ್ವ್ಯೂ ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. പാസ്റ്റർ തോമസ് മാമൻ അവര് ಪಾಸ್ಟರ್ ಥೋಮಸ್ ಮಾಮನ್ ಅವರು 87 ವയസ്സുണ്ട്. 87 ವಯಸ್ಸಿದೆ. അദ്ദേഹം ഇന്റർവ്യൂവിനകത്ത് പറയുക, ಅವ್ರು ಇಂಟರ್ವ್ಯೂನಲ್ಲಿ ಹೇಳುವುದು, ഞാൻ ഇപ്പോഴും ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ബസ്സിലാണ് പോകുന്നത്. ನಾನು ಇವಾಗಲೂ ದೀರ್ಘ ಪ್ರಯಾಣ ಮಾಡುವಾಗ ನಾನು ಬಸ್ಸಲ್ಲೇ
കാറും ഡ്രൈവറും ഒക്കെ തനിക്കുണ്ട്. കാറും ഡ്രൈവറും എല്ലാം ನನಗಿದೆ. എന്നിട്ട് ആ പിതാവ് പിന്നെ പറഞ്ഞൊരു വാക്കിതാണ്, അപ്പനാക്കിയവര് ಹೇಳಿರೋದು ಈ ತರ, ഞാൻ പ്രാർത്ഥിക്കുന്നത് പായിട്ട് തറയിലിരുന്നിട്ടാണ്. ഞാൻ പ്രാർത്ഥന ಮಾಡೋದು ಚಾಪೆ ಹಾಕಿ ನೆಲದಲ್ಲಿ ಕುತ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ. അദ്ദേഹം പറയാ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ലത്, ವಿಶುದ್ಧಿಯ ಎಚ್ಚರಿಕೆಯಿಂದ ಅಲ್ಲ, അല്ലാതെ പ്രാർത്ഥിക്കുന്നത് പാപമായതുകൊണ്ടുമല്ല, ಅಲ್ಲದೆ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದು ಪಾಪವೆಂದು ಹೇಳುವುದಿಲ್ಲ. എനിക്ക് ആരോഗ്യത്തിന് കുറവില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണത്. ನನಗೆ ಆರೋಗ್ಯಕ್ಕೆ ಯಾವ ಕಮ್ಮಿ ಇಲ್ಲ ಅಂದ್ರೆ ನನ್ನನ್ನೇ ನಾನು ತಿಳಿಸಬೇಕಾದಾಗಿ ಅದು ಮಾಡ್ತೀನಿ. അദ്ദേഹം പറഞ്ഞു, ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് നിന്ന് പാറശാല നെയ്യാറ്റിങ്ങനെ കഴിഞ്ഞു പോകണം, ഏകദേശം 4 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്തതാണ് NB സുഭാഷ് ചർച്ച വന്ന് പ്രസംഗിച്ചിട്ട് മടങ്ങിപ്പോയത് KSRTC ബസ്സില്. ಅವರು KSRTC ಬಸ್ಸಲ್ಲಿ ಕೋಟೆಯಿಂದ ಊರಿಂದ 4 ಅವರು ಪ್ರಯಾಣ ಮಾಡಿ ತಿರುಗಿ ಮನೆಗೆ ವಾಪಸ್ ಹೋಗ್ತಾರೆ. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നി. ನನಗೆ ನನ್ನೊಂದಿಗೆನೇ ನಾಚಿಕೆ ಆಯ್ತು. നമുക്കൊരു നഖം വെട്ടി അല്പം നഖം കയറി മുറിഞ്ഞാൽ അന്ന് സഹായം കൊടുക്കും. ನಮಗೊಂದು ಉಗುರು ಕಟ್ ಮಾಡಿದ್ರೆ ಅದು ಸ್ವಲ್ಪ ಹೆಚ್ಚಾಗಿ ನಮ್ಗೆ ಅದು നമ്മുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ നഖമേ പോയെന്നുള്ള ലക്ഷണമില്ല. ನಮ್ಮ ವಾಕಿಂಗ್ ಸ್ಟೈಲ್ ನೋಡಿದ್ರೆ ನಾವು ಉಗುರೇ ಫುಲ್ ಹೊಟ್ಟೋಗಿದೆ ಅಂತ ಕಾಣಿಸುತ್ತೆ. നീൽക്കട്ട വെച്ച് വെട്ടിയപ്പോൾ അല്പം എന്ത് ചെയ്തു, അവർക്കൊരു കയറി പോയി. ನೀಲ್ಕಟ್ಟನ್ನ ಕಟ್ಟುವಾಗ ಸ್ವಲ್ಪ ಒಳಗಡೆ ತಳ್ಳಿ ಹೋಗಿದೆ ಅಷ್ಟೇ, അത് ശകലം രക്തം കണ്ടു. ಒಂದು ಸ್ವಲ್ಪ ರಕ್ತ ನೋಡಿದೆ. എനിക്ക് ചോര കണ്ട തല വന്നു. ನನಗೆ ರಕ್ತ ನೋಡಿದ್ರೆ ತಲೆ ಸುತ್ತುತ್ತೆ. ചിക്കൻ കട പോയ ഒരു തല കിടക്കും, ಚಿಕನ್ ಅಂಗಡಿನಲ್ಲಿ ಹೋದ್ರೆ ತಲೆಯನ್ನು അവിടെ തല വരെ കബാബ് കഴിക്കാൻ പറ്റില്ല. ಅಲ್ಲೇ ತಲೆ ಸುತ್ತು ಬಂದ್ರೆ ಕಬಾಬ್ ಒಂದು ತಿಂದೋಳಿಕ್ಕೆ ಆಗಲ್ಲ. ഈ നമ്മുടെ നാട്ടിലൊക്കെ ആകാശത്ത് മഴക്കോട് കാണുമ്പോൾ സഭായത്തിന് പോകുന്നവരുണ്ട്. ಊರಲ್ಲೆಲ್ಲ ಆಕಾಶದಲ್ಲಿ ಮಳೆದ ಇದು ನೋಡುವಾಗಲೇ ಚರ್ಚನಲ್ಲಿ ಹೋಗೋದು ಇಲ್ಲ. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ನಾನು ಸ್ವಲ್ಪ ವರ್ಷಕ್ಕೆ ಮುಂಚೆ നിലമ്പൂർ ഒരു ചർച്ച ശുശ്രൂഷിക്കാൻ പോയി. ನೆಲಂಬೂರು ಅಂತ ಊರಿನಲ್ಲಿ ಒಂದು ಚರ್ಚಲ್ಲಿ അപ്പൊ ആരാധന കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ಆರಾಧನೆ ಮುಗಿದಾಗ ಅಲ್ಲಿ ഒരു മോനെ വിളിച്ച് നമ്മുടെ അരിവർണ്ണമാവിന്റെ അത്ര ഉണ്ടോ, ಅಲ್ಲಿನೂ ಅಷ್ಟೇ ಮಗನೇ ತಂದ್ಬಿಟ್ಟು അവനെ വിളിച്ചിട്ട് ഇതുപോലെ പപ്പ എത്ര ആരാധനയ്ക്ക് വരാത്തെ. ನಿಮ್ಮನ್ನ ಪಪ್ಪ ಯಾಕೆ ಬಂದಿಲ್ಲ ಅಂತ അപ്പൊ ಕೇಳಿದ್ರು. ആ മകൻ പാസ്റ്ററിന്റെ കൊലയിൽ കയറി തേങ്ങായും ഈ കമ്പിൾ പാക്കില്ലേ അതൊക്കെ പറിച്ചിരുന്നു. പപ്പ അവിടെ അതിനെ നോക്കിയിരിക്കുകയാണ്. ಪಾಸ್ಟರ್ ನಮ್ಮ ಮನೆಯಲ್ಲಿ ಕೋತಿಯನ್ನು ಬಂದುಬಿಟ್ಟು ತೆಂಗಿನಕಾಯಿಯನ್ನು ಎಲ್ಲ ಇಟ್ಕೊಳ್ಳೋದು ಅದಕ್ಕೆ ನೋಡ್ಕೊಂಡು ನಿಂತಿದ್ದಾರೆ. ആ പാസ്റ്റർ പറഞ്ഞു ദൈവം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ಪಾಸ್ಟರ್ ಅವಾಗ ಹೇಳಿದ್ರು ದೇವರನ್ನು ಕಾಪಾಡಲಿ. ഞാൻ പിന്നെ പാസ്റ്ററെ കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ಆಮೇಲೆ ನಾನು ಆ ಪಾಸ್ಟರ್ ನೋಡಿದಾಗ ಹೇಳಿದ್ರು ಹೇಗಿದ್ದಾರೆ. പുള്ളി അടുക്കളയുടെ അവിടെ തോക്ക് ಅವರು ಕಿಚನ್ ಹತ್ರ ಅವರು ತುಪಾಟಿ ಇಟ್ಕೊಂಡು ನಿಂತಿದ್ದಾರೆ. എവിടുന്നാണ് ചില 50 കുരങ്ങ് വന്ന് സകല തേങ്ങയും കമ്പിൽ പാക്ക് വിളിച്ച് അതതിന്റെ വഴിക്ക് പോയി. ಆದ್ರೆ ಎಲ್ಲಿಂದ ಗೊತ್ತಿಲ್ಲ ಒಂದು 50 ಕೋತಿಗಳನ್ನು ಬಂದು ಪಾಕನ್ನು ತೆಂಗಿನಕಾಯಿಯನ್ನು ಬಿಟ್ಬಿಟ್ಟು ഇവൻ തോക്കുകൊണ്ടിരിക്കുക എവിടെ വെക്കും. ಇವನು ತುಪಾಕಿಯನ್ನು ನಿಂತಿದೆ, ಎಲ್ಲಿ ತುಪಾಕಿ ಹಿಡಿಯಕ್ಕಾಗುತ್ತೆ. എത്ര കുരങ്ങിനെ എവിടെ വെക്കും. ಎಷ್ಟು ಕೋತಿಗಳಿಗೆ ಶೂಟ್ ಮಾಡಕ್ಕಾಗುತ್ತೆ. സഭായവും ഈ തേങ്ങയും പോയി. ಹೊರಟೋಯ್ತು, ತೆಂಗಿನಕಾಯಿನೂ ಹೊರಟು. ചെറിയ ചെറിയ കാര്യത്തിന്റെ പേര് പറഞ്ഞു. ಚಿಕ್ಕ ವಿಷಯಗಳನ್ನು ಹೇಳಿ ചിലർ വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യുന്ന എല്ലാ കിടക്കിട്ട് ഞായറാഴ്ച എന്ത് ചെയ്യാം. ಕೆಲವರು ಏನ್ ಮಾಡ್ತಾರೆ, ಮನೆಯಲ್ಲಿ ಎಲ್ಲ ಕೆಲಸಗಳನ್ನ ಎಲ್ಲ ಅಲ್ಲಿ ಬಿಟ್ಟು ಭಾನುವಾರ തുണി അലക്കുന്നത് ಬಟ್ಟೆ ಒಗೆಯೋದು. ഉണർവില്ലാത്ത യോഗ കേട്ടോ. ഞാൻ ഇതിനെക്കാട്ടി കട്ടിക്കായിട്ട് ചർച്ച ചെയ്ത് കൊടുത്തത് നാളെ ಜೀವನ ಇಲ್ಲದಂತೆ ಯೋಗ ಆಗಿದೆ. സഭായോഗത്തെ എന്ത് ചെയ്യുന്നു. ಸಭಾಯೋಗವನ್ನು ಉಪೇಕ್ಷೆ ಮಾಡಬಾರ್ದು. ഞാൻ ആ ദൈവദാസന്റെ ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞപ്പോ ಆ ದೇವರ ದಾಸರ ಇಂಟರ್ವ್ಯೂವನ್ನು ಕೇಳಿದಾಗ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു പ്രാർത്ഥിച്ചു. ನಾನು ದೇವರೊಂದಿಗೆ ಕ್ಷಮೆಯನ್ನು ಕೇಳಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದೇನೆ. നമ്മൾ പലപ്പോഴും സൗകര്യത്തിന് എഴുന്നേൽക്കുന്ന കട്ടിലത്തിന് ഇരുന്ന് പ്രാർത്ഥിക്കുക തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ನಾವು ನಮ್ಮ ಸೌಕರ್ಯಕ್ಕೋಸ್ಕರ ನಾವು ಎದ್ದಿ ನಮ್ಮ ಮಂಚದಲ್ಲಿನೇ ಕುತ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ 37 വയസ്സുള്ള ഒരു പിതാവ് വായിട്ട് തറയിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 87 ವಯಸ್ಸಿರೋರು ಒಂದು ಅಪ್ಪನನ್ನು ನೆಲದಲ್ಲಿ ಚಾಪೆ ಹಾಕಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾರೆ. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ആരാധന മുടക്കിയിട്ടുണ്ട്. ಚಿಕ್ಕ ಚಿಕ್ಕ ವಿಷಯಗಳ ಹೆಸರಿನಲ್ಲಿ ಆರಾಧನೆಯನ್ನು ನೀವು ಬಿಟ್ಟು ಬಿಟ್ಟಿದ್ದೀರಿ. ചെറിയ ചെറിയ സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി സഭായോഗത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ಚಿಕ್ಕ ಚಿಕ್ಕ ಸಾಂಪತ್ತಿಕ ನನ್ಮೆಗಳಿಗೋಸ್ಕರ ನೀವು ಸಭಾಯೋಗವನ್ನು ಬಿಟ್ಬಿಟ್ಟಿದ್ದೀರಿ. അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ಅದರೊಂದಿಗೆ ಕಾಂಪ್ರಮೈಸ್ ಮಾಡಕ್ಕಾಗೋದಿಲ್ಲ. അതിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല. ಅದಕ್ಕೆ ಅನುಕೂಲ ಮಾಡೋದು ಸಾಧ್ಯ. സാരമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ಪರವಾಗಿಲ್ಲ ಅಂತ ಹೇಳೋದಕ್ಕಾಗೋದಿಲ್ಲ. ദൈവം ക്ഷമിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ಕ್ಷಮಿಸುತ್ತಾನೆ ಅಂತ ಹೇಳಕ್ಕಾಗೋದಿಲ್ಲ. കാരണം ബൈബിൾ പറയുന്നു ഉപേക്ഷിക്കരുത്. ಕಾರಣ ಏನಂದ್ರೆ ಸತ್ಯವೇದ ಪುಸ್ತಕವನ್ನು ಹೇಳ್ತದೆ ಸಭಾಯೋಗವನ್ನು ಉಪೇಕ್ಷೆ ಮಾಡಬಾರದು. വീട്ടിൽ
വലിയ സഭായോഗം വന്നതോടുകൂടി ഇപ്പൊ എല്ലാവർക്കും എളുപ്പം അതായി. ಇವಾಗ ಟಿವಿನಲ್ಲಿ ಮನೆಯಲ್ಲಿ ಇರೋ ಸಭಾಯೋಗದಲ್ಲಿ ಬಂದ ಎಲ್ಲರಿಗೂ ಈಸಿ ಆಯ್ತು. ഒരു ഗ്ലാസ് ചായയും ഒരു പാക്കറ്റ് ചിപ്സും ഉണ്ടെങ്കിൽ ഒരു സഭായോഗം തീരും. ಒಂದು ಗ್ಲಾಸ್ ಟೀ ಒಂದು ಪ್ಯಾಕೆಟ್ ಚಿಪ್ಸ್ ಇದ್ರೆ ಸಭಾಯೋಗ ಮುಗಿಯುತ್ತೆ. ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ ബർമോഡ ഇട്ടുകൊണ്ട് വരാൻ പറ്റും. ಚರ್ಚಿನಲ್ಲಿ ಬಂದ್ರೆ ಬರ್ಮೋಡ್ ಇಟ್ಟು ಹಾಕೊಂಡು ಬರಕಾಗುತ್ತಾ? ഇത് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിട്ടാ മതി. ಮನೆಯಲ್ಲೇ ಆಗತ್ತೆ, ಅದು ಮನೆಯಲ್ಲೇ ಇದ್ರೆ ಅದು ഈ പോയ കാലെടുത്ത് വെക്കാം. ಇಬ್ಬರ ಮೇಲೆ ಕಾಲು ಇಟ್ಟಿರ್ಬೋದು. ഒരു ഗ്ലാസ് ചായയും ಒಂದು ಗ್ಲಾಸ್ ಟೀ ഒരു പാക്കറ്റ് ചിപ്സും ഉണ്ടെങ്കിൽ ഒരു സഭായോഗം തീരും. ಒಂದು ಪ್ಯಾಕೆಟ್ ಚಿಪ್ಸ್ ಇದ್ರೆ ಸಭಾಯೋಗನ ಸರಿಯಾಗುತ್ತೆ. പയറിന് അരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? ಪಯರನ್ನು ನಾವು ಅಗಿತ വർഷത്തിൽ വിത്ത് കൂട്ടി. ವರ್ಷ ಲೇಡೀಸ್ ಇವೆ. വീട്ടിലെ സഭായോഗത്തോടു കൂടെ നടന്ന ഒത്തിരി കാര്യങ്ങളാണ്. ಮನೆಯಲ್ಲ ಸಭಾಯೋಗದೊಂದಿಗೆ ನಡೆಯುವ ವಿಷಯಗಳಿವೆ. സ്വതന്ത്രാഴ്ചകളല്ല, ಸ್ವತಂತ್ರ ಕಾಶಿಯನ್ನು ಕೂಡ സാരിക്ക് വിധാനം ಸಾರಿ ಬೇಡ, ಚುರಿದಾರ ಬೇಡ, ನೈಟಿ ಆಗಿದ್ದು ಸಾಕು. ഇത് എടുക്കണം, തേക്കണം, മുടുക്കണം, ഭയങ്കര പെടാൻ ಇದು പാടില്ല. ಎತ್ತಬೇಕು, ಐರನ್ ಮಾಡಬೇಕು, ಇದೆಲ್ಲ ತುಂಬಾ ಕಷ್ಟ. ഇതിന്റെ ഒന്നും ആവശ്യം ಇದರಿಂದ ಯಾವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ഇല്ല. വീട്ടിലെ സഭായക്കാർ പറഞ്ഞു നിങ്ങൾ അതാത് സമയം എന്ത് ചെയ്യണം? ನೀವು അല്ല, പൈസ കൊടുത്ത് നിങ്ങൾ ആരാധനയ്ക്ക് പോകാനൊക്കെ പറഞ്ഞു. ಮನೆಯಲ್ಲಿರೋ ಸಭಾಯೋಗ ನಡೆದು ನಿಮ್ಮ ಚರ್ಚಿನಲ್ಲಿ ನೀವು ಹೋಗ್ಬೇಕು. എല്ലാവരും നമ്മുടെ സമയത്തിൽ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യത്തുള്ളൂ? ನಾವು ಒಪ್ಕೊಳ್ಳೋದಿಲ್ಲ, ನಾವು ಮನೆಯಲ್ಲೇ ಕೂತ್ಕೊಂಡು കാരണം ഒത്തിരി ലാഭം ഇതിനകത്തുള്ളത് കൊണ്ടാണ്. ಇದರಲ್ಲಿ ತುಂಬಾ ಲಾಭ ಇದೆ. എന്റെ ചർച്ചിൽ ഒരാളെ ನನ್ನ ಚರ್ಚೆಯಲ್ಲಿ ಒಬ್ಬನು വീട്ടിലെ സഭായോഗം കണ്ടിട്ട് പ്രാർത്ഥനയ്ക്ക് വരാതെ ಮನೆಯಲ್ಲಿ ಸಭಾಯೋಗವನ್ನು ನೋಡಿ 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 ಚರ್ಚಿನಲ್ಲಿ ಬರೆದು സുഖമില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ಹುಷಾರಿಂದ ಹೇಳಿ ನನ್ನನ್ನು ಕರೆದು ഞാൻ പറഞ്ഞ പൗരോഷിനെ വിളിച്ചു ನಾನೇನು ಹೇಳಿದ್ರು ಪಬ್ಲಿಷನ್ನೇ ಫೋನ್ ಮಾಡಿ ಹೇಳು, ಅವ್ರು ಅಲ್ಲಿ ಪಾಸ್ಟ್ರ ಏನು ಅನ್ಕೋಬೇಡ, ಬರಬೇಕು, പ്രാർത്ഥിക്കാൻ പോയി. ಆಮೇಲೆ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗಿದ್ದೆ. ഞാൻ ആരോഗ്യം പറഞ്ഞു, ആരോഗ്യം ആരാധിക്കും. ನಾನು ಅಷ್ಟು ಹೇಳಿದ್ರು ಆರೋಗ್ಯ ಇರುವಾಗ ಆರಾಧನೆಗೆ ಬರಬೇಕು, ಬಂದಿಲ್ಲ. ഡിസംബറിലാണ് മരിച്ചു. ಲಾಸ್ಟ್ ಡಿಸೆಂಬರ್ನಲ್ಲಿ ಅವರು ഇവിടെ ഞാൻ പോയി പ്രാർത്ഥിച്ചു. ഞാൻ പോയി പ്രാർത്ഥിച്ചു. ನಾನು ನನ್ನ ಹೆಂಡತಿ ಹೋಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದೆ. നിങ്ങൾ അറിയുന്ന കാര്യമുണ്ട്. ನೀವು ತಿಳಿಬೇಕಾದ ವಿಷಯ ಇದೆ. അതിനുശേഷം ആ മകൾ എന്നോട് പറഞ്ഞു, ಅದರಿಂದ ಅನಂತರ ಅವ್ರ ಮಗಳು ಹೇಳಿದ್ರು പ്രാണൻ പോകുന്നത് ഇങ്ങനെ കിടക്കുക. ಪ್ರಾಣನನ್ನು ಹೋಗುತ್ತಾ ಇಲ್ಲ. മക്കളെല്ലാം ഒരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ಮಕ್ಕಳೆಲ್ಲರೂ ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು. ദൈവമേ ആരോഗ്യമുള്ളപ്പോ, ದೇವರ ಆರೋಗ್ಯವಿರುವಾಗ, നടക്കാൻ കഴിവുള്ളപ്പോ, ನಡೆಯೋಕೆ ಶಕ್ತಿ ಇರುವಾಗ ഞാൻ പറഞ്ഞു ഞാൻ ചർച്ചിലെ സഹോദരന്മാർക്ക് ഓട്ടോറിക്ഷയുണ്ട്, അവരെ പറഞ്ഞ ഏർപ്പാട് ഞാൻ കൊണ്ടുവരും തിരിച്ചു കൊണ്ടുപോകും, ഞാൻ പൈസ കൊടുത്തോളാം. ನಾನು ಹೇಳಿದ ಚರ್ಚಿನಲ್ಲಿರೋ ಆಟೋ ಡ್ರೈವರ್ ಆಟೋ ಇರೋ ಪ್ರದರ್ಶನ ಕಳಿಸ್ತೀನಿ, ಕಾಸು ನಾನು ಕೊಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ರು. എന്നിട്ടും വന്നില്ല. ಆದ್ರೂ ಕೂಡ ಬರ್ಲಿಲ್ಲ. അത്രമേശയെ പങ്കെടുത്തില്ല. ದೇವರ ಪಂದ್ಯದಲ್ಲಿ ಪಾಲ್ಗೊಂಡಿಲ್ಲ. അവസാനം മക്കൾ പ്രാർത്ഥിച്ചു, ദൈവമേ സഭായം ഉപേക്ഷിച്ചു, അതിന് കുറവ് തന്നെയാ, അമ്മയോട് ക്ഷമിക്കണമേ. ಈ ಮಕ್ಕಳು ಕೊನೆಯಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು, ಸಭಾಯೋಗವನ್ನು ನಾವು ಅಲಕ್ಷ್ಯ ಮಾಡಿದ್ರೆ ತಾಯಿ ಹತ್ರ ನೀವು ಕ್ಷಮಿಸಬೇಕು. കഴിഞ്ഞാണ് പ്രാണൻ പോയത്. ಅದಾದ ನಂತರ ಪ್ರಾಣನು ಬಿಟ್ಟು ಹೋಗಿ. ഇതിനെ ലഘൂകരിക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ ചർച്ചിൽ പ്രസംഗിച്ചിട്ടാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ಇದನ್ನ ಲಘೂಕರಿಸಬಾರದು. ನಾನು ನನ್ನ ഈ ಚರ್ಚಿನಲ್ಲಿ നോക്കിയ ദൈവം തന്നത് തയ്യാറാക്കി 3 ആഴ്ചകൾ ഞാൻ ചർച്ചിൽ കർശനമായി പ്രസംഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ദൂത് കൈമാറുന്നത്. 3 ವಾರ ಇದೇ ವಿಷಯ ನನ್ನ ಚರ್ಚಿನಲ್ಲಿ ಕರ್ಶನವಾಗಿ ಪ್ರಸಂಗ ಮಾಡಿ ಅನಂತರ ಇಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ഇത് ദശാംശം ഇടാൻ വേണ്ടിയുള്ള ടെക്നിക് അല്ല. ಇದು ದಶಮ ಭಾಗವನ್ನು ಹಾಕಲಿಕ್ಕೆಲ್ಲ ಟೆಕ್ನಿಕ್ ಅಲ್ಲ. ഇത് സ്തോത്ര കാഴ്ച ഇടാൻ വേണ്ടി വിളിക്കുന്നതല്ല. ಸ್ತೋತ್ರ ಕಾಣಿಕೆಯನ್ನು ಮಾಡೋದಕ್ಕೆ ಕರೆಯೋದಲ್ಲ. സഭയുടെ യോഗത്തിന്റെ പേരാ സഭായോഗം. ಸಭೆಯ ಯೋಗದ ಹೆಸರೇ ಸಭಾಯೋಗ. അത് ജനം ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. ಅದು ಜನರು ಒಂದು ಸೇರಿ ಬರುವ ಜಾಗಯಾಗಿದೆ. സമ ആഗമന കൂടാരമെന്ന പഴയ നിയമം. ಸಮ ಆಗಮನ ಕೂಡಾರ ಮುಂದಾಗಿದೆ ಹಳೆ ಒಡಂಬಡಿ. ദൈവവും മനുഷ്യനോട് ഒരുമിച്ച് സമ്മേളിക്കുന്നിടമാണ്. ದೇವರು ಮನುಷ್ಯರು ಒಂದು ಸೇರಿ ಬರುವ ಜಾಗಯಾಗಿದೆ. എന്തുകൊണ്ട് ഉപേക്ഷിക്കരുത്? ಯಾಕೆ ಉಪೇಕ್ಷೆ ಮಾಡಬಾರದು? 4 കാര്യങ്ങൾ പറഞ്ഞു. 4 ವಿಷಯ ಹೇಳಿದ್ರಿ. ഒന്ന്, അവൻ തന്റെ ദേഹം കീറി. ಒಂದು ಆತನು ನನ್ನ ശരിക്കും നമ്മുടെ ദേഹമാണ് കീറേണ്ടത്. ശരിയാಗಿ ಹೇಳಿದ್ರೆ ನಮ್ಮ ಶರೀರವನ್ನು ನಾವು ಕೀರ್ಬೇಕು. നമുക്ക് പകരമായിട്ടാണ് അവൻ യാഗമായത്. ನಮಗೋಸ್ಕರ ಅವನು ಪಾಪವಾಗಿದ್ದಾನೆ. ആ ഭാഗത്തിലേക്ക് ജന്മത്തിന് രണ്ടാമത്തെ ചിന്ത പുതിയ വഴി തുറന്നു. ಹೊಸ ದಾರಿಯನ್ನು ಓಪನ್ ಆಗಿದೆ. 3, രക്തത്താൽ ഒരു പ്രവേശനം നൽകി. 3ನೇದಾಗಿ ರಕ್ತದಿಂದ ನಮಗೊಂದು ಪ್ರವೇಶವನ್ನು ಕೊಡಲ್ಪಟ್ಟಿದೆ. 4, ദൈവത്തിന്റെ അടുക്കൽ വരാൻ ധൈര്യം ദൈവം നൽകുവാനാണ്. 4ನೇದಾಗಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಬರೋದಕ್ಕೆ ಧೈರ್ಯ ಕೊಟ್ಟಿರಿ. ഇനി രണ്ടാമത്തെ ചിന്ത, ಇನ್ನು 2ನೇ ಚಿಂತೆ
യോഗത്തിന്റെ വിശുദ്ധ സഭായോഗത്തിൽ എങ്ങനെ വരണം എന്ന് ബൈബിൾ പറയുന്നു. വിശുദ്ധ സഭായോഗದಲ್ಲಿ ಹೇಗೆ ಬರಬೇಕು ಎಂಬುದಾಗಿ ಬೈಬಲ್ ಹೇಳುತ್ತದೆ. എങ്ങനെ സഭായോഗങ്ങളിൽ പങ്കെടുക്കണം, ಹೇಗೆ ನಾವು സഭായോഗങ്ങളിൽ പാൽക്കൊള്ളಬೇಕು. 22ാമത്തെ വാക്യം വായിക്കണം. 22 അതുകൂടെ പറഞ്ഞ് ഈ രാത്രി ചെന്ന് നിർത്താൻ നാളെ സമയത്തിന്റെ പരിമിതികൾക്കനുസരിച്ച് ബാക്കി തോന്നു പറയാം. 22 വായിക്കാം. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് എങ്ങനെ വരണം, എങ്ങനെ വരണം? ദുർമനസാക്ഷി കന്നഡയിലൂടെ വേറെ വായിച്ചു. 22 ಆದ ಕಾರಣ ನಿನ್ನ ಅಪರಾಧಿಯೆಂದು ನಮ್ಮ ಮನಸ್ಸು ನಮಗೆ ಸಾಕ್ಷಿ ಹೇಳದಂತೆ ನಾವು ಹೃದಯವನ್ನು ಪ್ರೋಕ್ಷಿಸಿಕೊಂಡು ದೇಹವನ್ನು ತಿಳಿನೀರಿನಿಂದ ತೊಳೆದುಕೊಂಡು ಪರಿಪೂರ್ಣವಾದ ನಂಬಿಕೆಯುಳ್ಳವರಾಗಿಯೂ ഈ അവിടെ എഴുതിയിരിക്കുന്ന പദം ദുർമനസാക്ഷി നീങ്ങണമെന്നുള്ളതാ. ನಮ್ಮ ಹೃದಯವನ್ನು ಪ್ರೋಕ್ಷಿಸಿಕೊಂಡು. മനസാക്ഷി ശരിയല്ലെങ്കിൽ അപകടമാണ്. മനസാക്ഷിಯನ್ನು ശരിയില്ലാದ್ರೆ ಅದು അപകടകരವಾಗಿರುತ್ತದೆ. നമ്മൾ പറഞ്ഞില്ലേ മനസ്സ് ശരിയല്ല, ನಾವು ಹೇಳ್ತೀವಲ್ಲ ಅವರ ಮನಸ್ಸು ಸರಿಯಿಲ್ಲ, മനസ്സിനകത്ത് മുഴുവൻ കറ്റാണെന്ന് പറയുന്നത്. ಮನಸ್ಸಿನಲ್ಲಿ ಒಳಗಡೆ ಫುಲ್ಲು ಕುರುಟಾಗಿರೋದು ಹೇಳ್ತೀವಿ. നിങ്ങൾ കേട്ടിട്ടില്ല? ನೀವು ಕೇಳಿಲ್ವಾ? നിങ്ങൾ ബൈബിളിൽ സ്ഥിരമായതുകൊണ്ടായിരിക്കും. മനസ്സ് മൊത്തം വിഷമാണെന്ന് പറയത്തില്ലേ? ಮನಸ್ಸು ಒಳಗಡೆ ಫುಲ್ಲು ವಿಷವಾಗಿದೆ ಅಂತ ಹೇಳ್ತೀವಿಲ್ಲ. പുറമേ കാണുന്ന ചിരിയൊക്കെ ഉള്ളൂ, ഉള്ളിൽ മൊത്തം എന്താണ്? ಹೊರಗಡೆ ನೋಡುವ ಒಂದು ನಗು ಮಾತ್ರ ಇದೆ, ಒಳಗಡೆ ಪೂರ നമ്മൾ പറയത്തില്ലേ ഞാൻ നന്നാകുന്നത് ഇഷ്ടമല്ലെന്ന് പറയുന്നത്. ನಾವು ಹೇಳ್ತೇವೆ ನಾವು ಒಳ್ಳೆಯವರಾಗಿದೆ, ಅವ್ರು ಇಷ್ಟ ಆಗುದಿಲ್ಲ. മനസ്സ് ശരിയല്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. ಮನಸ್ಸು ಸರಿ ಇಲ್ಲಂದ್ರೆ ತುಂಬಾ ಅಪಕಟವಾಗ್ತದೆ. 9 ವಿಧ മനസാക്ഷിയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 9 ತರ ವಿಧವಾದ ಮನಸ್ಸಾಕ್ಷಿ ಬಗ್ಗೆ ಬೈಬಲ್ ಅನ್ನು അതിനകത്തൊരു മനസാക്ഷിയാണ് ദുർമനസാക്ഷി. ಅದರಲ್ಲಿ ಇರೋ ಒಂದು ಮನಸ್ಸಾಕ್ಷಿ ದುರ್ಮನಸ್ಸಾಕ್ಷಿ. ആ മനസ്സോടെ സഭായോഗങ്ങളിൽ പങ്കെടുക്കരുത്. ಆ ಮನಸ್ಸಿನೊಂದಿಗೆ ಸಭಾಯೋಗದಲ್ಲಿ ನಾವು ಪಾಲ್ಗೊಳ್ಳಬಾರದು. അടുത്തിരിക്കുന്ന ആളോട് വൈരാഗ്യം വെച്ചുകൊണ്ട്, ಪಕ್ಕದಲ್ಲಿ ಕುತ್ಕೊಳ್ಳೋಣ ವೈರಾಗ್ಯವನ್ನು ಇಟ್ಕೊಂಡು, ദേഷ്യം വെച്ചുകൊണ്ട്, ದೇಶವನ್ನು ಇಟ್ಕೊಂಡು, പക വെച്ചുകൊണ്ട്, ಪಗೆಯನ್ನು ಇಟ್ಕೊಂಡು, പിണക്കം വെച്ചുകൊണ്ട് ಪಗೆತನ ಇಟ್ಕೊಂಡು അടുക്കാൻ പാടില്ലെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ಆ ತರ ನಾವು ದೇವರೊಂದಿಗೆ ಬರಬಾರದು ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಿಯುತ್ತಿದೆ. ദുർമനസാക്ഷി നീങ്ങി വേണം ദൈവത്തോട് അടുക്കാൻ. ದುರ್ಮನಸಾಕ್ಷಿ ನೀಗಿಸಿ ದೇವರ ಸನ್ನಿಧಾನಕ್ಕೆ കയ്പ് വെച്ചുകൊണ്ട് അടുക്കരുത്, ಹಗೆತನವನ್ನು ಇಟ್ಕೊಂಡು ನಾವು ದೇವರ കോപം വെച്ചുകൊണ്ട് അടുക്കരുത്, ಕೋಪವನ್ನು ಇಟ್ಕೊಂಡು ದೇವರ ಸನ್ನಿಧಿಗೆ ಬರಬಾರದು. മിണ്ടാതിരുന്ന് കർത്തൃമേശയെ തൊടരുത്, ಮೌನವಾಗಿದ್ದು ಕರ್ತೃ ಮೇಸೆಯಲ್ಲಿ ಕೈ ಹಾಕಬಾರದು. തമ്മിൽ മിണ്ടാതിരുന്ന് അന്യഭാഷ പറയരുത്. ಪರಸ್ಪರ ನಾವು ಮಾತಾಡದ ನಾವು ಅನ್ಯ ಭಾಷೆಯನ್ನು ಹೇಳಬಾರದು. അതിൽ ദൈവം പ്രസാദിക്കത്തില്ല. ಅದರಲ್ಲಿ ದೇವರನ್ನು ಪ್ರಸಾದಿಸುವುದಿಲ್ಲ. മനസാക്ഷി തകർന്നു പോയാൽ ജീവിതം നാശത്തിലേക്ക് എത്തപ്പെടും. ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಹಾಳಾಗಿದ್ರೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಾಕ್ಷಿಯನ್ನು നാളെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിരുമേശം ഉണ്ടാകും. ನಾಳೆ ಕರ್ತನ ಬರವಣಿಗೆಯನ್ನು ಲೈಟ್ ಆದ್ರೆ ಕರ್ತೃ ಮೇಷ ഉണ്ടാಗುತ್ತದೆ. ആരോട് കയ്പായിരുന്ന് തിരുമേശയിൽ പങ്കെടുക്കരുത്. ಆರೊಂದಿಗೆ ಹಗೆತನ ಇಟ್ಟು ನಾವು ತಿರುಮೇಶೆಯಲ್ಲಿ ನಮ್ಮ ಪಂಗಾಳಿ ಆಗಬಾರದು. മനസാക്ഷി നഷ്ടപ്പെട്ടാൽ അത് അപകടമാണ്. ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ನಷ್ಟವಾಗಿದ್ರೆ ಅದು ಅಪಕಡವಾಗುತ್ತದೆ. 1-2 വാക്യങ്ങൾ വായിച്ചുകൂടി ഞാൻ ചിന്ത നിർത്താം. ಒಂದೆರಡು ವಾಕ್ಯಗಳನ್ನು ಓದಿಕೊಂಡು തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിലെ 19-ാമത്തെ വാക്യം വായിക്കണം. ತಿಮೋಥೆಯನಿಗೆ ಬರೆದ ಪತ್ರಿಕೆ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. ചിലർ നല്ല മനസാക്ഷി ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു. അപ്പോ നമുക്കെല്ലാം ദൈവം ഒരു നല്ല മനസാക്ഷി തന്നിട്ടുണ്ട്. ನಮಗೆಲ್ಲರಿಗೂ ದೇವರು ಒಂದು ಒಳ್ಳೆ ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. പക്ഷേ അത് തള്ളിക്കളഞ്ഞ 2 പേരുടെ പേർ പൗലോസിലേക്ക് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ಅದು ತಳ್ಳಿ ಬಿಟ್ಟಿದ್ರೆ ಇಬ್ಬರ ಹೆಸರು ಇದರಲ್ಲಿ ಹೇಳಿದೆ. നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടത് കൊണ്ട് എന്താ സംഭവിച്ചത്? നല്ല ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ನಷ್ಟವಾಗಿದ್ದರೆ ಏನಾಗಿದೆ? വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? ವಿಶ್ವಾಸ ಹಡಗನ್ನು തകർന്നു പോയി. ಹಾಳಾಯಿತು, തകർന്നു പോയി. ಹಾಳು ಬಿದ್ದಿತ್ತು. നിങ്ങൾ ഇത് കൊണ്ട് ഞങ്ങൾക്ക് കപ്പലൊന്നും ഇല്ല. ನೀವು ಕುತ್ಕೊಂಡು ನೋಡಿದ್ರೆ ನಮಗೂ ಹಡಗುಗಳೇನು ಇಲ್ಲ ಅಂತ ಕಾಣಿಸ್ತಾ ಇದೆ. പറയുന്നത് മൊത്തത്തിൽ തകർന്നിരിക്കുന്നു. ನಾವು ಕೆಲವರು ಹೇಳ್ತಾ ಇರೋದು ನಾವು ಪರಿಪೂರ್ಣವಾಗಿ ನಾವು ಹೊರಟು ಹೋಗ್ತೇವೆ. ഈ വിശ്വാസ കപ്പൽ ആത്മീക ജീവിതത്തെ കാണിക്കുകയാ. ಈ ವಿಶ್ವಾಸ ಹಡಗನ್ನು ಆತ್ಮೀಯ ಜೀವನವನ್ನು ತೋರಿಸುತ್ತದೆ. കുഞ്ഞെ മനസാക്ഷി ശരിയല്ലെങ്കിൽ ಮಕ್ಕಳ ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಸರಿ ಇಲ್ಲದ್ರೆ നിത്യതയിൽ എത്തത്തില്ലെന്നായി പറഞ്ഞത്. ನಿತ್ಯದಲ್ಲಿ ನಾವು ಪ್ರವೇಶಿಸುವುದಿಲ್ಲ. ചെറിയ കളിയല്ല കേട്ടോ. ಚಿಕ್ಕದ ಆಟವಲ್ಲ. മനസാക്ഷി തകർന്ന ശുശ്രൂഷ തകരും. ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಹಾಳಾದ್ರೆ ಶುಶ್ರೂಷೆಯನ್ನು ನಾಶವಾಗುತ್ತದೆ. മനസാക്ഷി തകർന്ന ഒത്തിരി പേര് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു.
ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಹಾಳಾಗಿರೋದು ಅನೇಕರು ಇವಾಗಲೂ ಶುಶ್ರೂಷೆಯನ್ನು ಮಾಡ್ತಾರೆ. ഈ വിശ്വാസികൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ಈ ವಿಶ್ವಾಸಿಗಳು ಇವಾಗ ಟೋಟಲ್ ಹಳವಳಕೊಂಡಿದ್ದಾರೆ. ഇതിന്റെ കാരണം അറിയാം. ಅದಕ್ಕೆ ಕಾರಣ ಏನು ಗೊತ್ತಾ? ഇത്രയെല്ലാം കുസൃതിത്തരം കാണിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു? പച്ചനെ അത്രയും പോലെ പ്രവചിക്കുകയും അത്ഭുതങ്ങളൊക്കെ ചെയ്യുകയും ಇಷ್ಟೆಲ್ಲ ಮಾತ್ರನು ಇವರೆಲ್ಲ ದೀರ್ಘದರ್ಶನ ಹೇಳ್ತದೆ, പുതിയ പുതിയ ഉപദേശങ്ങൾ ಹೊಸ ಹೊಸ ಉಪದೇಶಗಳನ್ನು ಕಂಡುಹಿಡಿತದೆ, ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കുന്നു. ಇಲ್ಲದಿರೋದು ಉಂಟು ಮಾಡ್ತಾರೆ. അത് പൊളിക്കുമ്പോൾ അതിന്റെ ന്യായീകരണമായിട്ട് വരുന്നു. ಅದು ഓട്ടെ വിട്ടേരെ, ഒത്തിരി സംഭവങ്ങൾ. അപ്പം ഞാൻ ഇതിന് ഒറ്റ മറുപടി ബൈബിളിൽ ഒറ്റ മറുപടി. ಇದರಿಂದ ನಾನು ನಿಮ್ಗೆ ಬೈಬಲಿಂದ ಒಂದೇ ಒಂದು ರಿಪ್ಲೈ ಕೊಡ್ತೀನಿ. കൃപാവരങ്ങളെ കുറിച്ച് ദൈവം അനുദപിക്കുന്നില്ല. ಕೃಪಾವರಗಳ ಬಗ್ಗೆ ದೇವರನ್ನು ಅನುತಾಪ ಪಡುವುದಿಲ್ಲ. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നും ആത്മീയ കുളത്തിൽ പല ശുശ്രൂഷകന്മാർ വിളയുന്നത്. ಆ ಒಂದೇ ಕಾರಣದಿಂದ ಇವತ್ತು ಶುಶ್ರೂಷ മേഖലಯಲ್ಲಿ പക്ഷെ കൃപാവരങ്ങൾ കൊണ്ട് സ്വർഗത്തിലെത്തത്തില്ല. ಆದ್ರೆ ಕೃಪಾವರಗಳೊಂದಿಗೆ ಪರಲೋಕದಲ್ಲಿ ಪ್ರವೇಶ ಮಾಡುವುದಿಲ್ಲ. അന്യഭാഷ കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. ಅನ್ಯ ಭಾಷೆಯೊಂದಿಗೆ ಪ್ರವೇಶ ಮಾಡುವುದಿಲ್ಲ. എനിക്ക് സമയമില്ല, എന്റെ വിഷയം അല്ലെങ്കിൽ ഒറ്റ കാര്യം ഇവിടെ പറയാം, വായിക്കണ്ട. ಹೋಗೋದಿಲ್ಲ ಅಂದ್ರೆ ಒಂದು ವಿಷಯದಲ್ಲಿ ಹೇಳ್ತೀನಿ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ ಮತ್ತಾಯನು ಬರೆದಿರೋ ಸುವಾರ್ತೆ 7ನೇ ಅಧ್ಯಾಯದಲ್ಲಿ യേശു പറഞ്ഞു, ಯೇಸುವನ್ನು അന്നാളിൽ നിങ്ങൾ എന്നോട് ಆ ದಿವಸ ನೀವು ನನ್ನೊಂದಿಗೆ കർത്താവിൻ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ಕರ್ತನೇ ಸ್ವಾಮಿ ನಿನ್ನ ನಾಮದಲ್ಲಿ ನಾವು ഭൂതങ്ങളെ പുറത്താക്കി ಭೂತಗಳನ್ನು രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയും. ಸೌಖ್ಯವಾಗಿ ಮಾಡಿದೆ. ഞാൻ അവരോട് ನಾನು ಅವರೊಂದಿಗೆ അധർമ്മം പ്രവർത്തിക്കുന്നവരെ ಅಧರ್ಮವನ್ನು ಮಾಡುವವರೇ എന്നെ വിട്ടു പോകുവിൻ, ನನ್ನನ್ನು ಬಿಟ್ಟು ತೊಲಗಿ, ഞാൻ ഒരു നാളും നിങ്ങളെ ನಾನು ನಿಮ್ಮನ್ನು ಒಂದು ನಾಳನ್ನು എന്ത് ചെയ്യുന്നില്ല, ತಿಳಿಯುವುದಿಲ್ಲ. ഒരു നാളും നിങ്ങളെ ಒಂದು ನಾಳು ನಿಮ್ಮನ್ನು ഒരു നാളും നിങ്ങളെ ಎಂದು തലയാട്ടി എന്നെ കാണിക്കരുത്, മറുപടി പറയണം. ഒരു നാളും നിങ്ങളെ ತಿಳಿಯುತ್ತಿಲ್ಲ. രണ്ടുപേരും അറിയുന്നില്ല, അറിയുന്നില്ല. സമയം കണക്കുണ്ടാക്കാനല്ല, ഏതിലൊന്നും ഉറപ്പിക്കണം. അറിഞ്ഞിട്ടില്ല. അവര് പറഞ്ഞ അറിയുന്നില്ല. ഏതാ ശരി? വായി കർത്താവേ, കർത്താവേ, ആ. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും ആ. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ആ. പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ആ. ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അടുത്ത വാക്ക്. അന്ന് ഞാൻ അവരോട്, അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു നാളും നിങ്ങളെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ, പ്രസന്റ് ടെൻസ് അല്ല. ನಾನು ನಿಮ್ಮನ್ನ ತಿಳಿಯಲಿಲ್ಲ. അറിയുന്നില്ലെന്ന വാക്ക് വർത്തമാനകാലം. ഞാൻ നിങ്ങളെ അറിയുന്നില്ല, പരിചയമില്ല. സോറി, ഒരു നിമിഷം ഞാൻ ഒറ്റയ്ക്ക് പറയൂ. ಪ್ರೆಸೆಂಟ್ ಟೆನ್ಸ್ ಅಲ್ಲ, ಇದು ಪಾಸ್ಟ್ ಟೆನ್ಸ್ ಅಲ್ಲಿ ಕೊಟ್ಟಿದೆ. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ലെന്ന വാക്കെന്താ? ನಾನು ನಿಮ್ಮನ್ನ ತಿಳಿಯಲಿಲ್ಲ ಅಂತ എന്റെ പേരും നീ അഭ്യാസം മുഴുവൻ കാണിച്ചപ്പോഴും ഞാനും നീയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ಅಭ್ಯಾಸಗಳನ್ನು ಮಾಡುವಾಗ ನಾನು ನೀನು ಯಾವ ಸಂಬಂಧವೂ ಇಲ್ಲ. ഇത് കളിയല്ല കേട്ടോ. ಇದು ಆಟವಲ್ಲ. പാപം പിടിച്ച ദൈവമക്കളെ തകർക്കാൻ മനസ്സാക്ഷി പണയം വെച്ചവരുണ്ട്. നിത്യത പോകാൻ വേറൊന്നും വേണ്ട. ഇന്ന് രാത്രി അറിയണം, ദൈവത്തോട് കരയണം, എന്റെ മനസ്സാക്ഷി നിർമ്മലമായിരുന്നു. ನೀನರಾಗಿರೋ ವಿಶ್ವಾಸವನ್ನು ಪಡೆಯುವುದು ಕೊಟ್ಟಿರುವ ಜನಗಳಿದ್ದಾರೆ. ಅದು ನಾವು ಅರ್ಥ ಮಾಡ್ಕೋಬೇಕು. ഏത് ചതിവ് കാണിച്ചാലും, ಯಾವ ಮೋಸ ನೋಡಿದ್ರು, ഏത് വഞ്ചന കാണിച്ചാലും, ಯಾವ ಮೋಸ ಮಾಡಿದ್ರೆ, ഏത് അനീതി കാണിച്ചാലും, ಯಾವ ಅನ್ಯಾಯವನ್ನು ഏത് ತೋರಿಸಿದ್ರು, അതിക്രമം കാണിച്ചാലും, ಯಾವ ಅತಿಕ್ರಮವನ್ನು ತೋರಿಸಿದ್ರು, യാതൊരു കുറ്റബോധവുമില്ലാതെ ಯಾವ ಮನಸ್ಸಾಕ್ಷಿ ആത്മാവിൽ ആരാധിക്കുകയും ಆತ್ಮಾವಿನಲ್ಲಿ ಆರಾಧನೆ ಮಾಡಿ അന്യഭാഷ പറയുകയും ಅನ್ಯ ಭಾಷೆಯನ್ನು ಹೇಳ್ಕೊಂಡು ദർശനം കണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോ ದರ್ಶನವನ್ನು ನೋಡಿದ್ರೆ ಅಂತ ಹೇಳು. അത് ശുശ്രൂഷകരാണെങ്കിലും ಅವತ್ತು ಶುಶ್ರೂಷಕರಾದ್ರು, വിശ്വാസികളാണെങ്കിലും ವಿಶ್ವಾಸಿಗಳಾದ್ರು, ബൈബിൾ വായിക്കുന്നു, മനസാക്ഷി കേട് പിടിച്ച നിന്റെ നിത്യത തകരപ്പെടുവെന്ന ಬೈಬಲಲ್ಲಿ ಹೇಳ್ತಾ ಇದೆ, ನಿನ್ನ ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಹಾಳು ಮಾಡಿದ್ರೆ. ആ വാക്യം ഒന്ന് വായിക്കുന്നത്. തിമോഥെയോസിന്റെ ലേഖനം വായിച്ചില്ലേ? ചിലർ നല്ല മനസ്സാക്ഷി തള്ളി ചിലർ നല്ല, അപ്പൊ അവർക്ക് എന്തുണ്ടായിരുന്നു? ദൈവങ്ങളെ, ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ಅವ್ರಿಗೂ ಒಳ್ಳೆ ಮನಸ್ಸಾಕ್ಷಿ ಇದ್ರು. മരിച്ചവരെ ഉയർപ്പിക്കാൻ വരം കിട്ടാൻ പ്രാർത്ഥിച്ചില്ലേലും ಸತ್ತೋಗಿರೋರನ್ನ ಅಭಿರಿಸೋದಕ್ಕೆ ವರವನ್ನು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿಲ್ಲ ಅಂದ್ರು. കണ്ണടയുന്നിടം വരെ കേടില്ലാത്തൊരു മനസാക്ഷി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಸಿಗೋದಕ್ಕೆ ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. മനുഷ്യന്റെ ഈ അവയവങ്ങൾക്കൊക്കെ ഡാമേജ് ഉണ്ടാകാം. ಮನುಷ್ಯನಲ್ಲಿ ಅಂಗಗಳಿಗೆ ಅಪಜಯವನ್ನು ಉಂಟು ಮಾಡುತ್ತದೆ. ഉണ്ടാകാറുണ്ട്. ഞാൻ ഇന്നലെ ಅದು പറഞ്ഞു, ಉಂಟಾಗಬಹುದು, കേടുപാടുകളൊക്കെ വരാം, ಅದು ಬರುತ್ತೆ, ബലഹീനതയൊക്കെ വരാം. ಬಲಹೀನಗಳು ಬರುತ್ತೆ. നമ്മളെ ഡോക്ടറെ കാണാനൊക്കെ പോകാത്തോണ്ട് മിക്കവാറും ഒരു 5 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിന്റെ ഒക്കെ അസുഖമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ನಾವು ಡಾಕ್ಟರ್ ಹತ್ರ ಹೋಗಿಲ್ಲ ಅಷ್ಟೇ, ನಾವು 5 ಲಕ್ಷ 10 ಲಕ್ಷದ ರೋಗಗಳೊಂದಿಗೆ ಜೀವನ ಮಾಡ್ತಾ ಇದ್ದೀವಿ. പോയി കേട്ട അന്നേരം എമർജൻസി അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ കേസൊക്കെ ഇങ്ങനെ ಹೋಗಿದ ತಕ್ಷಣ ಅವರು ಎಮರ್ಜೆನ್ಸಿ ಅಡ್ಮಿಟ್ ಹೇಳ್ತಾರೆ. നമ്മളിങ്ങനെ ആവി പിടിച്ച്
ನಾವು ಆವಿ ಹಿಡಿದು ಉಸಿರಿಟ್ಕೊಂಡು ನಾವು ಈಗ ಮುಂದೆ ಹೋಗ್ತಾ ಇದೀವಿ. കുഞ്ഞെ അവയവം കേടുപിടിച്ചാൽ ಮಕ್ಕಳ ಅಂಗವನ್ನು ಹಾಳಾದ್ರೆ, ശരീരം ദ്രവിച്ചു പോയാൽ, ಶರೀರವನ್ನು ನಿರ್ಲೀನವಾದ್ರೆ, ദ്രവത്വമില്ലാത്തൊരു ശരീരം ദൈവം തരും. ದ್ರವತ್ವ ಇಲ್ಲದ ಒಂದು ಶರೀರವನ್ನು ದೇವರು ಕೊಡ್ತಾರೆ. മനസാക്ഷി കേടുപിടിച്ചാൽ നിത്യത നഷ്ടപ്പെടും. ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಹಾಳಾದ್ರೆ ನಿತ್ಯತೆಯನ್ನು ನಷ್ಟವಾಗುತ್ತದೆ. രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ഞാൻ ಮಾಡಬೇಕು. അവസാനിപ്പിക്കുന്നു. സമയം കഴിയുക. ಸಮಯವನ್ನು ಹೋಗ್ತದೆ. അവർക്ക് നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു. ಅವರಿಗೆ ಒಳ್ಳೆ ಮನಸ್ಸಾಕ್ಷಿ ಇದ್ರು. പക്ഷേ ആ മനസാക്ഷി പോയി വായിച്ചേ, ಆ ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಹೋದ್ರು. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു. അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു ആഹാ, പോയി. അതിനാരാ ഉത്തരവാദി? ಅವರು ಒಳ್ಳೆ ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಬಿಟ್ಬಿಟ್ಟು ಅವರ ದೈವವಾಣೋ? ವಿಶ್ವಾಸ ಆಡೋದು ಹಾಳಾಯ್ತು. ദൈവമാണോ? ಇದಕ್ಕೆ ಯಾರು ಕಾರಣ? പാസ്റ്ററാണോ? ರಾಷ್ಟ್ರ. കൂട്ടുവിശ്വാസിയാണോ? ಜೊತೆಗಿರೋ ವಿಶ್ವಾಸಿಗಳ നമ്മൾ സാധാരണ ഇതെല്ലാം കൂടെ കൊണ്ടിടുന്ന ഒരാളുടെ നേതാ ನಾವು ಇದೆಲ್ಲ ಒಬ್ಬರ ಮೇಲೆ ಭಾರ ಹಾಕ್ತೀವಿ. ആരുടെ ಯಾರ ಮೇಲೆ? അങ്ങോട്ട് കൊണ്ട് നോക്കണ്ട. നമ്മളെല്ലാം അല്ല പാസ്റ്ററെന്നൊക്കെ ഞാൻ പറഞ്ഞു. ಎಲ್ಲ ದೂರ ನಾವು ಹಾಕೋದು ಒಬ್ಬನ ಮೇಲೆ. രാശ എന്നൊക്കെ എന്ന് പറഞ്ഞതായി ബൈബിളിൽ 10-39 പേര് പുള്ളിക്കുണ്ട്. ഇല്ലാത്ത പേര് നമ്മൾ പറയാം. ശാശയൻ, രാശയൻ, കുഞ്ഞപ്പൻ എന്നൊക്കെ പറയുന്നത്. ബൈബിളിನಲ್ಲಿ ಇಲ್ಲದಿರೋ ಹೆಸರುಗಳೆಲ್ಲ ಹೇಳ್ತಾರೆ. ഞാൻ ബൈബിളിൽ വായിച്ചിട്ട് കുഞ്ഞപ്പൻ എന്നൊരു പേര് നാട്ടിൽ കണ്ടിട്ടേ ഉള്ളൂ, പുള്ളി കിട്ടിട്ടില്ല. ബൈബിളിನಲ್ಲಿ ನಾನು ಇದ್ರ ಕುഞ്ഞപ്പನ ಹೆಸರು ನೋಡಿಲ್ಲ, ಊರಿನಲ್ಲಿ ನೋಡಿಲ್ಲ. പണ്ട് ഒരു പള്ളിയിലെ വഴക്കുണ്ടായി. ಒಂದು ಕಾಲದಲ್ಲಿ ಒಂದು കമ്മിറ്റി കൂടി, വഴക്കില്ല, കമ്മിറ്റി കൂടി. ಒಂದು ಕಮಿಟಿ ಸೇರಿ ಬಂತು. അപ്പൊ കമ്മിറ്റി നടക്കാൻ തുടങ്ങുന്നതിന്റെ ആ സമയത്താണ് പിശാച് അതിലൂടെ പോകുന്നത്. ಕಮಿಟಿ ಶುರುವಾಗೋ ಟೈಮಿನಲ್ಲಿ ಪಿಶಾಚು ಆ ಕಡೆ ಹೋಗ್ತದೆ. അപ്പൊ മൈക്കിനകത്ത് അനൗൺസ്മെന്റ് വന്നു, നമുക്ക് ഇപ്പോൾ എല്ലാം കൂടെ കമ്മിറ്റി കൂടെ ഉള്ളതാണ്. ಆವಾಗ ಮೈಕಿನಲ್ಲಿ ಅನೌನ್ಸ್ಮೆಂಟ್ ಬಂದ ನಮಗೂ ಎಲ್ಲರಿಗೂ ಕಮಿಟಿಯನ್ನು ಸೇರಿ പുള്ളി ಬರುವುದು. വന്ന വഴിക്ക് തിരിച്ചു പോയി. ಅದನ್ನು ಪಿಶಾಚು ಬಂದ ಅದೇ ದಾರಿಯಿಂದ ವಾಪಸ್ ಹೋಗಿ. അപ്പൊ പോകുന്ന വഴിക്ക് ഒരാൾ കണ്ടപ്പോ ചോദിച്ചു, ഇവിടെ പോകാൻ ചോദിച്ചു. ಒಬ್ರು ನೋಡಿದ್ರೆ ಹೇಳಿದ್ರು ಎಲ್ಲಿ ಹೋಗಿತಾ ಇದ್ದೀರಿ? ഇന്നലെ പറഞ്ഞു നമ്മുടെ കമ്മിറ്റി കൂടുന്നുണ്ട്, എല്ലാവരുടെ തമ്മിൽ തന്നെ അവസാനം പറഞ്ഞു ഞാൻ വിളിച്ചാൽ പറഞ്ഞു ഞാൻ അവിടെ ಸಾಯ್ತಾನ ಏನ್ ಹೇಳಿದ್ರು, ಅಲ್ಲಿ ಕಮಿಟಿ ಸೇರಿ ಬರ್ತಾ ಇದೆ, ಅಲ್ಲಿ ನಾನು ಯಾವಾಗ ಅಲ್ಲಿ ನಿಂತಿದ್ರೆ ಇವಾಗೆಲ್ಲ ಅದು ಜಗಳ ಆಗುತ್ತೆ. ഈ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ನಾವು ಇವಾಗ ಓದಿರೋ ವಾಕ್ಯದ ಅಡಿസ്ഥാನದಲ್ಲಿ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നതിന്റെ ഉത്തരവാദി അവരവരാ. ಅವರವರ ವಿಶ್ವಾಸ ಹಡಗನ್ನು ಹಾಳಾಗಿರುವ ಉತ್ತರವಾದಿ ನಾವು ಅವರವರೇ. നമ്മൾ പറയുന്നത് എന്റെ ഭാഷ ഇപ്പോൾ ഒരു ആത്മീയമായിട്ട് മുമ്പോട്ട് പോകാൻ എന്ത് ചെയ്യാം? ನಾವೇನ್ ಹೇಳ್ತೀವಿ, ಶಾಸ್ತ್ರ ಇವಳು ಒಬ್ಬಳು ಕಾರಣ ನಾನು ನಮ್ಗೆ ವಿಶ್ವಾಸ ಜೀವನ ಮುಂದೆ ഞാനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കുന്ന അന്ന് ഇവിടെ ചൊടിച്ചോണ്ട് വരും. ನಾನು ಯಾವತ್ತು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಬೇಕು ಅಂದ್ರೆ ಅವಾಗಲೂ ತೆಗಿತಾರೆ. അങ്ങനെ ഇപ്പുറത്ത് പറയും പാസ്റ്ററെ അവള് ഒട്ടും മോശമല്ല. ಅವಳು ಇಪ್ಪತ್ತು ಅವಳು ಕಮ್ಮಿ ಅಲ್ಲ. അപ്പൊ തിരിച്ച് അവര് പറയും ತಿರ್ಗಿ ಅವರು ಹೇಳ್ತಾರೆ, ಹೇಳ್ಬೇಡ ಆತನು ಅಷ್ಟು ಹಿಂದೆ ಅಲ್ಲ. നമ്മൾ ഈ പലപ്പോഴും ആത്മീയമായിട്ട് വളരാത്തതിന്റെ സകല കുറ്റങ്ങൾ കൊണ്ടിരുന്ന വിദ്യാർത്ഥിയേത ನಾವು ಆತ್ಮೀಯವಾಗಿ ನಾವು ಬೆಳೆಯೋಣಿಕೆ ಇಲ್ಲದಕ್ಕೆ ಕಾರಣ ನಾವು ಮನೆಯಲ್ಲಿರುವರೆ ಹೆಸರು ಮೇಲೆ പക്ഷെ ഇവിടെ വായിക്കുന്നത് ಇಲ್ಲಿ ನಾವು ಓದುವುದೇನಂದ್ರೆ മനസാക്ഷി തകർന്നപ്പോ വിശ്വാസ കപ്പൽ തകർന്നു. ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಹಾಳಾಗುವಾಗ അവരുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചു. ಅವರ ಹೆಸರನ್ನು ಬರೆದು ഹുമനയോസും അലക്സാണ്ടറും രണ്ടുപേർ, ಹುಮನೇಯಸ್ ಅಲೆಕ್ಸಾಂಡರ್, അലക്സാണ്ടറും ഹുമനയോസും ಇಬ್ಬರ ಹೆಸರು. വായിച്ചു. ഈ കൂട്ടത്തിലുള്ള അപ്പൊ വേറെ ആൾക്കാരുണ്ട്, രണ്ടുപേരെ മാത്രം പറഞ്ഞത് തിമോത്തിയോസിന് പരിചയമുള്ളവരാണ്. ಅದು ತಿಮೋತಿಯನಿಗೆ ಪರಿಚಯ 68 വയസ്സുള്ള ഒരു പിതാവ് 62 ವಯಸ್ಸಿನ ಒಂದು ತಂದೆಯಾದರು 30 വയസ്സുള്ള ഒരു യവനക്കാരനോട് പറയുക, 30 ವಯಸ್ಸಿನ ಯವನಸ್ಥನಿಗೆ ಹೇಳ್ತಾರೆ, ഓനെ നിന്റെ മനസാക്ഷി തകരാതെ സൂക്ഷിക്കണം. ನಿನ್ನ ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಹಾಳಾಗದೆ ಸೂಕ್ಷ್ಮ ಮಾಡು. തകർന്നാൽ ശുശ്രൂഷ തകരും, ಅದು ಹಾಳಾದ್ರೆ ನಿನ್ನ ಶುಶ್ರೂಷೆಯನ್ನು തകർന്നാൽ ആത്മീക ജീവിതം തകരും, ಅದಕ್ಕೆ ಹಾಳಾದ್ರೆ ನಿನ್ನ ಆತ್ಮೀಯ ಜೀವನ ಹಾಳಾಗುತ್ತದೆ, തകർന്നാൽ പ്രാർത്ഥനാ ജീവിതം തകരും. ನಿನ್ನ ಪ್ರಾರ್ಥನಾ ಜೀವನ ಹಾಳಾಗುತ್ತದೆ. അതുകൊണ്ട് എങ്ങനെ സഭായോഗത്തിന് വരണം? ಅದಕ್ಕೆ ಹೇಗೆ ನಾವು ಸಭಾಯೋಗಕ್ಕೆ ಬರಬೇಕು? ദുർമനസാക്ഷി നീങ്ങിട്ട് വരണം. ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ನೀಗಿಸಿ ಬರಬೇಕು. രണ്ട് വാക്യം കൂടെ വായിച്ച് ചെന്ന് നിർത്താം. സങ്കീർത്തനങ്ങൾ 51:6 വേഗം വായിക്കണേ. സങ്കീർത്തനങ്ങൾ 51:6. ഒരാൾ ആവർത്തന പുസ്തകം 10-ാം അധ്യായം കൂടെ എടുത്ത് വെക്കുക. അന്തർഭാഗത്തിലെ സത്യമല്ലോ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്തോ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. അവിടെ ഒരു പദം പറഞ്ഞു, മനസ്സാക്ഷി എന്ന വാക്കാണ് കൊടുത്തത്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ എന്ത് ചെയ്യുന്നത്?
ನಮ್ಮ ಅಂತರ್ಭಾಗದಲ್ಲಿರುವ ಸತ್ಯವಾಗಿ ದೇವರು ಇಚ್ಛಿಸುತ್ತಾ ಇರೋದು. നമ്മുടെ ഹൃദയം ആർക്കേ അറിയത്തുള്ളൂ? നമ്മുടെ ഹൃദയം ಯಾರಿಗೂ എന്നെ ಗೊತ್ತಿಲ್ಲ. ശ്രദ്ധിക്കണം വേഗം നിർത്താം. നമ്മുടെ ഹൃദയം ആർക്കേ അറിയത്തുള്ളൂ? ನಮ್ಮ ಹೃದಯ ಯಾರಿಗೂ ಗೊತ್ತಿರುತ್ತೆ. നമ്മുടെ മനസ്സിൽ ഓടുന്ന കാര്യങ്ങൾ ആർക്കേ അറിയത്തുള്ളൂ? ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಓಡಾಡುವ ವಿಷಯಗಳು ಯಾರಿಗೂ ಗೊತ್ತಿರುತ್ತೆ. കൂടെ കിടക്കുന്ന ജീവിത പങ്കാളിക്ക് പോലും അറിയത്തില്ലെന്നേ. ನಮ್ಮ ಜೊತೆಗಿನ ಜೀವಿತ ಪಂಗಾಳಿಗೂ ಕೂಡ ಗೊತ್ತಿರುವ ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും ಹೃದಯ ಸಕಲದಿಂದಲೂ ಕಪಟವೂ ವಿಷವೂ ಆಗಿದೆ. അത് ആരാണ് അറിയുന്നവർ? ಅದು ಯಾರಿಗೆ ಗೊತ್ತಿರುತ್ತದೆ? ഹൃദയത്തിനകത്തുള്ളതെല്ലാം നമ്മുടെ ഹാർട്ടിന്റെ കാര്യമല്ല പറഞ്ഞേ, മനസ്സ്. ഹൃദയത്തിന് മനസ്സെന്നൊരു അർത്ഥമുണ്ട്. ഹൃദയത്തെ മനസ്സ് ಎಂಬುದಾಗಿಂದು ವಾಕ್ಯ അതിനകത്തെ ചിന്തകളും വിചാരങ്ങളും മുഴുവൻ സ്കാൻ ചെയ്ത് ഒരു റിപ്പോർട്ട് കിട്ടുവാനുള്ള സമയം എന്റെ കൂട്ടുകാരി ಅದರಲ್ಲಿ ಏನಂದ್ರೆ ಸ್ಕ್ಯಾನ್ ಮಾಡಿ ರಿಪೋರ್ಟ್ ಅನ್ನು ಸಿಕ್ಕಿದಾಗ ಸಭೆಯಲ್ಲಿ ಹೊಡೆದಾಟ ನಡೀತಾ ಇತ್ತು. വീടിനകത്തു നിന്നൊക്കെ പതിന് എന്ത് ഇറങ്ങി ഓടേണ്ടി വന്നു. ಮನೆ ಒಳಗಿಂದ ಯಾವಾಗಲೇ ಇಳಿದು ಓಡಬೇಕಾಗಿತ್ತು. നമ്മള് ನಾವು നമ്മൾ ഈ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാ പറഞ്ഞു, എന്റെ ദൈവത്തിന് എന്നെ. ನಾವು ಜಗಳೆಲ್ಲ ಬರುವಾಗ ನಾವು ಏನ್ ಹೇಳ್ತೀವಿ, ನನ್ನ ದೇವರಿಗೆ ನನ್ನನ್ನು ಗೊತ್ತಿಲ್ಲ. ದೇವರೇ ಅಪ್ಪನೇ ನಾನು ಪಾಪ ಆಗಿದೆ, ನಾನು ನನ್ನ ದೀನನಾಗಿದೆ, ನಾನು ಕ್ರಿಮಿಯಾಗಿದ್ದೇನೆ. ಒಂದೊಂದು ಟೈಮಲ್ಲಿ ನೊಳೆಯುತ್ತಾ ಇದೆ. ಸಭೆ ಒಳಗಡೆ ನೊಳೆಯುತ್ತದೆ, ಮನೆ ಒಳಗಡೆ ನೊಳೆಯುತ್ತದೆ. ದೇವರು ಹೇಳಿದ್ರು, ನೀನು ಸ್ವಲ್ಪ ಮುಂದಿನವನಾಗಿದೆ ನನಗೆ. കത്രമേശയൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ മാവും പിടിച്ച് അപ്പോഴത്തെ ഇത് എന്റെ ഭാഷയിൽ പറഞ്ഞ കത്രമേശയുള്ള ഞായറാഴ്ച സകലരുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ്. ഭയങ്കര ഭാവാഭിനയങ്ങൾ വിരിയുന്ന ആഴ്ചയാണ് ലോർഡ് സപ്പർ സൺഡേ. ലോർഡ് സപ്പർ സൺഡേನಲ್ಲಿ ഭാവാദിಗಳು പുഷ്പ ಮಾಡುತ್ತಾರೆ ಬರುತ್ತಾ ದಿವಸ ಆಗಿದೆ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു പെന്തക്കോസുകാരെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന വേറെ ആരുമില്ലെന്ന്. ಒಂದು ದಿವಸ ಒಬ್ರು ಹೇಳಿದ್ರು, ಪೆಂಟಕೋಸ್ಟ್ ಜನರ ಬಗ್ಗೆ ಅವ್ರ ತರ ನಾಟ್ಯ ಮಾಡೋದಕ್ಕೆ ಗೊತ್ತಿರೋ ಬೇರೆ ಆಗಿಲ್ಲ. അകത്ത് കടിച്ചു കയറാനുള്ള ദേഷ്യം വെച്ചുകൊണ്ട് ക്രൈസ്തവനോട് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സ് ಒಳಗಡೆ ತಿನ್ಬೇಕು ಅಂತ ಕೋಪ ಇರುವಾಗಲೂ ಪ್ರೈಸ್ತನೋട് ഞാൻ ഇന്നലെ കൂടെ നിങ്ങൾ സൗഖ്യമാകാൻ പ്രാർത്ഥിച്ചു, ഓർത്തിട്ട് 1.5 മാസമായി. ನನ್ನ കൂടി ನಾನು ನಿಮಗೋಸ್ಕರ ನಿಮ್ಮ ಸೌಖ್ಯಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದೆ. നമ്മളിത് പറയുമ്പോഴേ ആ മനസ്സ് റീഡ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് സ്ത്രീകട്ടെ അമ്മനെ തളർന്നു കിടക്കുന്നവനാന്ന് ചാടി തുടിക്കത്തില്ലേ? ഞാൻ നിർത്തുക. നാളെ സമൂഹത്തിൽ ബാക്കി കത്രമേശയ്ക്ക്. അപ്പോ ദുർമനസാക്ഷി കൊണ്ട് അടുക്കരുത്. ദുർമനസാക്ഷിയൊന്നിಗೆ ದೇವರ ಸನ್ನಿಧಿಗೆ ಬರುವಾಗ ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്റെ പാസ്റ്ററെ കുറിച്ചുള്ള എന്റെ ചിന്ത എന്റെ അളിയനാണെങ്കിലും അദ്ദേഹത്തിന് അറിയത്തില്ലെങ്കിലും ദൈവത്തിന് അറിയാം. ಅಳಿಯನಾದ್ರೂ ಕೂಡ ಅವರ ಬಗ್ಗೆ ಚಿಂತೆ ದೇವರಿಗೆ ಗೊತ್ತಿರುತ್ತೆ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത ഞാനിപ്പോ പറയട്ടെ. നിങ്ങളുടെ മനസ്സോടെ ഓടാടുವ ಒಂದು ಚಿಂತೆ ನಾನು ಹೇಳಲ್ಲ. ഏട്ടന്റെ കയ്യിൽ നിർത്തുന്നില്ലല്ലോ. ಆದ್ರೂ ಈ ಮನುಷ್ಯ ನಿಲ್ಸ್ತಾ ಇದ್ದಾರೆ. ദൈവം ആയതുകൊണ്ടല്ല, ഒറ്റ വാക്യം. ಒಂದೇ ಒಂದು ವಾಕ್ಯ. ആവർത്തന പുസ്തകം 10ാം അധ്യായം അതിന്റെ 16ാം വാക്യം. ബാക്കി നാളെ ചിന്തിക്കാം. രാത്രിയിൽ ഓർക്കണേ, പഴയ നിയമത്തിൽ മുഴുവൻ അഗ്രചർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുക, ഹൃദയത്തിന് എന്ത് വേണം? പരിച്ഛേദന മുറിക്കണം. ഹൃദയത്തിന് മുറിവുണ്ടായിട്ട് പറഞ്ഞ അർത്ഥം അറിയാം. ഈ ദാവീദ് 51ാം സങ്കീർത്തനമല്ലേ നമ്മളിപ്പോ വായിച്ചത്, അന്തർഭാഗത്തിലെ സത്യം അല്ലേ? ആ സങ്കീർത്തനം എപ്പോ എഴുതിയതാ? എന്തിന്റെ പേരിൽ എഴുതിയതാ? ഏത് സമയത്ത് എഴുതിയതാ? അതിന്റെ തലക്കെട്ടൊന്ന് വായിച്ച് പെട്ടെന്ന് നിർത്താം. 51ನೇ ಸಂಕೀರ್ತನ ಯಾವಾಗ ಯಾವ ಸಂದರ್ಭದಲ್ಲಿ ನಡೆದಿದೆ ಅಂತ ಸ್ವಲ್ಪ ನಾವು ನೋಡೋಣ. ಸಂಗೀತ ಪ್ರಮಾಣಿಕ ದಾವೀದಿನ ಸಂಕೀರ್ತನ മതി. അപ്പൊ വിഷയം പഠിക്കുകയല്ലോ. കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചർച്ച ആയതുകൊണ്ട് ഞാനത് വിടുക. ഏത് വിഷയത്തിലാ? ಯಾವ ವಿಷಯದಲ್ಲಿ? ആ പുള്ളി ആ സങ്കീർത്തനം എന്ത് ചെയ്യുന്നത്? എഴുതിയത് അത് ചെയ്തിട്ടല്ല, നാദാൻ വന്ന് വിരൽ ചൂണ്ടിക്കഴിഞ്ഞിട്ടാ. ಇದು ಬರ್ದಿರೋದು ಅದು ಮಾಡಿದ ನಂತರ ಅಲ್ಲ, ನಾತಾನ್ ಪ್ರವಾದಿಯನ್ನು ಬೆರಳನ್ನೆತ್ತಿ ಮಾತಾಡುವಾಗ. ഞാൻ ആ വിഷയത്തെ വിശദീകരിക്കുന്നില്ല. ನಾನು ಆ ವಿಷಯವನ್ನು ವಿಶದೀಕರಿಸುತ್ತಿಲ್ಲ. നാദാൻ പറഞ്ഞ ആ മനുഷ്യൻ നീയാ. ನಾತಾನ್ ಪ್ರವಾದಿ ಹೇಳಿದ್ರೆ ಆತನು ನೀನೇ.
നമ്മളാണെ പറഞ്ഞ മേലാൽ അങ്ങനെ സമയം വിളിക്കരുത് പറഞ്ഞു, ನಾವಾದ್ರೆ ಇನಿ ಮೇಲೆ ಈತನನ್ನು ನಾವು ಕರಿಬಾರ್ದು, വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞു. ಮನೆಯೊಳಗೆ ಸೇರಿಸಬಾರ್ದು. പക്ഷെ ദാവീദ് അവിടെ നെടുമ്പാട് വീണിട്ട് പറഞ്ഞൊരു വാക്കാ, ದಾವೀದು ದಡ್ಡನಮಸ್ಕಾರವಾಡಿದನು. ഹൃദയത്തിന്റെ അന്തരംഗങ്ങളെ ദൈവം അറിയുന്നു. ಹೃದಯದ ಅಂತರಂಗವನ್ನು ದೇವರು അത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ಹೇಳೋದಕ್ಕೆ ಕಾರಣ ಏನು ಗೊತ್ತಾ? കാണാൻ പാടില്ലാത്തൊരു കാഴ്ച, ನೋಡಲಿಕ್ಕಾಗದೇ ಇರೋ ದೃಶ್ಯ, ഉളവാകാൻ പാടില്ലാത്തൊരു മോഹത്തിന് വഴിതിരികയും ಮನಸ್ಸೊಳಗಡೆ ಹುಟ್ಟು ಬರೋದಕ್ಕೆ ಮೋಹಕ್ಕೆ ಕಾರಣವಾಗಿದ್ದರು. ആ മോഹം സ്വന്തമാക്കാൻ പരിശ്രമം നടത്തുകയും ಆ ಮೋಹವನ್ನು ಸ್ವಂತ ಮಾಡಲಿಕ್ಕೆ ಸ್ವಕೀಯ ಮಾಡಲಿಕ್ಕೆ ಪರಿಶ್ರಮ ಮಾಡಿದರು. ആ പരിശ്രമത്തിന് വേണ്ടി ഒരു കുലപാതകം ചെയ്യുകയും ಆ ಪರಿಶ್ರಮಕ್ಕೋಸ್ಕರ ಒಂದು ಕೊಲೆಪಾತಕವನ್ನು ಮಾಡಿದರು. ചെയ്ത ഹൃദയത്തെ ദൈവം കണ്ടെന്ന് ಮಾಡಿದ ಹೃದಯವನ್ನು ದೇವರು ನೋಡಿದಾರಂತೆ. നമ്മുടെ ഇന്റൻഷൻ എന്താണെന്ന് ദൈവത്തിന് അറിയാം. ದೇವರಿಗೆ ಗೊತ್ತಿದೆ. അത് മറക്കരുത് കേട്ടോ. ಅದು ಮರೆಯಬಾರದು. സഭായോഗത്തിന് എങ്ങനെ വരണം? ಸಭಾಯೋಗಕ್ಕೆ ಹೇಗೆ ಬರಬೇಕು? ദുർമനസാക്ഷി മാറിയവരായി വരണം. ಮನಸ್ಸಾಕ್ಷಿ ಮಾರಲ್ಪಟ್ಟ ഇന്ന് രാത്രി ഒരു ഒരുക്കത്തോടുകൂടെ മടങ്ങി പോകാൻ ദൈവം കൃപ ചെയ്യട്ടെ. നാളെ പകൽ ഈ ദൂത കർത്താവ് അനുവദിച്ച് അതിനെ തുടരും. ನಾಳೆ ದೇವರು ಅನುವಾದ ಕೊಟ್ಟಿದೆ. ಈ ದೂತನ್ನು ನಾವು എങ്ങനെ സഭായോഗത്തിന് വരണം? ಹೇಗೆ ಸಭಾಯೋಗಕ್ಕೆ ಬರಬೇಕು? ദുർമനസാക്ഷിയോടെ വരാൻ പാടില്ല. ಮನಸ್ಸಾಕ್ಷಿಯೊಂದಿಗೆ ಬರಬಾರದು. അരിപ്പ് വെച്ചുകൊണ്ട് വരാൻ പാടില്ല. പക വെച്ചുകൊണ്ട് വരാൻ പാടില്ല. പിണക്കം വെച്ചുകൊണ്ട് വരാൻ പാടില്ല. പിണക്കം ഉണ്ടായി വരാൻ പാടില്ല. പോകട്ടെ, പാപം ചെയ്തുകൊണ്ട് വരാൻ പാടില്ല. ಮಾಡಿಕೊಂಡೇ ಬರಬಾರದು. അകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് വരാൻ പാടില്ല. ಅಗತ್ಯಗಳನ್ನು ಮಾಡಿ ಬರಬಾರದು. ഈ രാത്രി ഞാൻ അത് ഇങ്ങനെ നിർത്തുകയാ. ಈ ರಾತ್ರಿಯಲ್ಲಿ ನಾನು ಈ ದೂതി പേടിക്കണ്ടെന്ന് പറയുമ്പോഴും ಬ್ರಹ್ಮಸ್ತು ಬೇಡ ಅಂತ ಹೇಳುವಾಗಲೂ എങ്ങനെയും കയറി വരാനുള്ളടമല്ല ആരാധന സ്ഥലം. ಬೇಕಾದ್ರೂ ಬರಬೇಕಾಗಿರೋ ಜಾಗ ಎಲ್ಲ ಆರಾಧನೆ അത് പാസ്റ്റിരിക്കുന്നതുകൊണ്ടല്ല, ಭಾಷಣದಿಂದ ಅಲ್ಲ, അത് പ്രവാചകൻ വന്നതുകൊണ്ടല്ല, പ്രവാചകൻ വന്നതുകൊണ്ടല്ല, ಪ್ರವಾದಿಯು ಬಂದಿದ್ದಲ್ಲ. എന്റെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം ഇറങ്ങി വന്നതുകൊണ്ടാണ്. ശനിയാഴ്ച രാത്രി ഞാൻ ആരാണെന്ന് ಶನಿವಾರ ರಾತ್ರಿಯಲ್ಲಿ ನಾನು ಯಾರು ಎಂಬುದಾಗಿ കഴിഞ്ഞ കത്രിമേശയ്ക്കും ഈ കത്രിമേശയ്ക്കും ഇടയ്ക്ക് ഞാൻ ആരാണെന്ന്, ಹೋದ ಪಂದ್ಯದಲ್ಲಿ ಈ ಪಂದ್ಯಕ್ಕೆ ಮಧ್ಯದಲ್ಲಿ ನಾನು ಯಾರಾಗಿದ್ದೇನೆ, കഴിഞ്ഞ സഭായോഗത്തിനും ഈ ആരാധനയ്ക്കും ഇടയ്ക്ക് ഞാൻ എന്താണെന്ന് ಕಳೆದ ಸಭಾಯೋಗದಲ್ಲಿ ಈ ಆರಾಧನೆ ನಾನು ಹೇಗಿದ್ದೇನೆ ಎಂದು അറിയുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലാണ് ഞാൻ വരുന്നത്. അവനെ മറയ്ക്കാൻ എനിക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം. നിന്റെ വിശ്വാസ കപ്പൽ തകരല് കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. വിശ്വാസ കപ്പൽ തകരരുത്. നീ പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കാൻ, ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ, ദൈവത്തിൽ അകന്നു പോകാതിരിക്കാൻ, ഓടിയതും അധ്വാനിച്ചതും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി ദൈവത്തോട് പറ. ശരീരത്തിന് രോഗം വന്നാൽ മരുന്ന് കഴിച്ച് ഭേദമാക്കാം, ട്രീറ്റ്മെന്റ് ചെയ്യാം. അല്ലെങ്കിൽ മരണം മുഴുവീര് മനസാക്ഷിക്ക് രോഗം വന്നോ അത് പരിഹരിക്കാൻ മരുന്നില്ല. യേശുവിന്റെ